ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ ഏദൻ തോട്ടത്തിൽ ആദാമിനെയും ഹവ്വയെയും കർത്താവ് ആക്കി വെച്ചതിന് ശേഷം അവരോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. അവരത് ഏൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. ആദാമും ഹവ്വയും ഇപ്പോൾ ആരാണ്? ദൈവപുത്രന്മാരാണ്. ആരാണ്? ദൈവം സൃഷ്ടിച്ച, ദൈവം തന്നെ മാതാവെന്നും പിതാവെന്നും പറയുവാനുള്ള ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാണ് ആദാമും ഹവ്വയും. അവർക്ക് ദൈവം ഉത്തരവാദിത്വത്തെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനുഷ്യപുത്രന്മാരിൽ നിന്നും ദൈവപുത്രന്മാരായി വളർന്നു വരുന്നവരാണ്. അങ്ങനെയെങ്കിൽ ദൈവപുത്രന്മാരാകുന്ന മക്കൾക്ക് കർത്താവ് ചില ഉത്തരവാദിത്തങ്ങളെ കൊടുത്തിട്ടുണ്ട്. ആദാമിനും ഹവ്വയോടും കർത്താവ് പറയുന്നു, തോട്ടത്തിൽ വേല ചെയ്യണം, അതിനെ കാക്കണം. എല്ലാവരും പറഞ്ഞേ, വേല ചെയ്യണം, കാക്കണം. വേല ചെയ്യണം, കാക്കണം. ദൈവമക്കൾ ഒരിക്കലും ഈ 2 വാക്കുകൾ മറന്നു പോകാൻ പാടില്ല. വേല ചെയ്യണം, കാക്കണം. പല ഏരിയാസിലും ദൈവമക്കൾ ഇത് ചെയ്യേണ്ടി വരും. വേല ചെയ്യണം, കാക്കണം. ഹല്ലേലൂയ. ഓക്കെ. ദൈവം അനുഗ്രഹത്തിൻ്റെ ദൈവമാണ്. ദൈവം എന്തിൻ്റെ ദൈവമാണ്? ദൈവം അനുഗ്രഹത്തിൻ്റെ ദൈവമാണോ ശാപത്തിൻ്റെ ദൈവമാണോ? ദൈവം അനുഗ്രഹത്തിൻ്റെ ദൈവമാണ്. സകലതും സൃഷ്ടിച്ചതിന് ശേഷം ദൈവം അവയെ അനുഗ്രഹിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. എല്ലാവരും പറഞ്ഞേ, ദൈവം അവരെ അനുഗ്രഹിച്ചു. ആരുടെ മേലെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്? ഓക്കെ. എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ അനുഗ്രഹമില്ല. ചിലരുടെ മേൽ ദൈവത്തിൻ്റെ ശാപമുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം വേണമെന്ന് എല്ലാവർക്കും ഇഷ്ടവുമുണ്ട്. നമുക്ക് എന്ത് വേണം? ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. ആർക്കെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം? ഹല്ലേലൂയ. അനുഗ്രഹം എന്ന് പറയുമ്പോൾ എല്ലാ ഏരിയാസിലും ഉണ്ടാകും. ദേഹം, ദേഹി, ആത്മാവിൽ, ഈ 3 ഏരിയാസിലും ബ്ലെസ്സിങ് ഉണ്ടാകും. ഓക്കെ. ആത്മാവിൽ മാത്രമല്ല, ദേഹം, ദേഹി, ആത്മാവിൽ 3 ഏരിയാസിലും ബ്ലെസ്സിങ്സ് ഉണ്ടാകും. ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ചു. ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. തൻ്റെ മക്കൾ നന്മയിൽ നിറഞ്ഞിരിക്കണമെന്ന് ദൈവത്തിന് ഇഷ്ടമുണ്ട്. തൻ്റെ മക്കൾ കഷ്ടപ്പെടണമെന്ന് ദൈവത്തിന് ഇഷ്ടമില്ല. ചിലർ പറയും നമ്മൾ കഷ്ടപ്പെടുന്നത് ദൈവത്തിന് ഇഷ്ടമാണെന്ന്. ഓക്കെ. ചിലർക്ക് അനുഗ്രഹത്തെ ഇഷ്ടപ്പെടുവാൻ മനസ്സില്ല. വചനത്തെ തെറ്റായി ഗ്രഹിച്ചിട്ട് കഷ്ടതയെ ഇഷ്ടപ്പെടുന്നു. എനിക്ക് നന്മ വേണ്ട, കഷ്ടത വേണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്ക് ഞാനും ഡിക്ലെയർ ചെയ്യുകയാണ്, ധാരാളം കഷ്ടപ്പാടുകൾ അവർക്ക് വർദ്ധിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. ഓക്കെ. പക്ഷേ നന്മകൾ ആഗ്രഹിക്കുന്ന ദൈവജനം അവർ അനുഗ്രഹിക്കപ്പെടും. യാക്കോബിനെ പോലെ യാക്കോബ് പറയുകയാണ്, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. യാക്കോബിന് ആ ജ്ഞാനമുണ്ടായി. എന്ത് വേണം? ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. ദൈവം സൃഷ്ടിച്ച മനുഷ്യരെ പോലും ദൈവം അനുഗ്രഹിക്കുന്നു. അബ്രഹാമിനെ വിളിച്ചിട്ട് അബ്രഹാമിനോട് പറയുകയാണ്, യു വിൽ ബി എ ബ്ലെസ്സിങ്. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. തൻ്റെ മക്കൾ അനുഗ്രഹമായിരിക്കണമെന്ന്, തൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കണമെന്ന് ദൈവത്തിന് ഇഷ്ടമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് ഇഷ്ടമില്ലാത്ത ഒരു കൂട്ടരുണ്ട്. ആരെന്നറിയാമോ? സാത്താൻ. ദൈവജനം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് സാത്താൻ ഇഷ്ടമല്ല. ദൈവജനം കോട്ട കെട്ടി കാവൽ ചെയ്യപ്പെടുന്നത് സാത്താൻ ഇഷ്ടമല്ല. ദൈവജനം പെരുകുന്നത് സാത്താൻ ഇഷ്ടമല്ല. ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിച്ചു പറഞ്ഞത്, നിങ്ങൾ വർദ്ധിച്ച് പെരുകുവിനെന്നാണ്. എന്താണ്? വർദ്ധിച്ച് പെരുകുവിനെന്നാണ്. ദൈവജനം വർദ്ധിക്കണോ വർദ്ധിക്കണ്ടേ? എത്ര പേർ പറയുന്നു ദൈവജനം വർദ്ധിക്കണമെന്ന്? ഓക്കെ. ഒരു സിസ്റ്റർ മാത്രം പറയുന്നില്ല. സിസ്റ്റർ ഉണ്ടോ? ഷീജ സിസ്റ്ററിനോടാ ചോദിക്കുന്നത്. ഇവിടെ ഉണ്ടോ? ആ, ഉണ്ട്. ഓക്കെ. ദൈവജനം വർദ്ധിച്ച് പെരുകണം. പെരുകണോ വേണ്ടേ? വേണം. ഈ സഭ വർദ്ധിച്ച് പെരുകണോ വേണ്ടേ? അതിനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ മതിയോ? ഇല്ല. അടുത്ത ആഴ്ച വരുമ്പോൾ 5 ഫാമിലീസിന് എക്സ്ട്രാ കൂടെ കൊണ്ടുവരണം. സ്ഥലം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് ആൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്.
ഓക്കെ, ശരി. അപ്പോൾ ദൈവജനം വർദ്ധിച്ച് പെരുകണം. ആമേൻ, ഹല്ലേലൂയ. ദൈവജനം കാക്കപ്പെടുന്നത്, അനുഗ്രഹിക്കപ്പെടുന്നത്, വർദ്ധിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. അതിനെതിരെ സാത്താൻ പ്രവർത്തിക്കും, അതിനെതിരെ സാത്താൻ പ്രാർത്ഥിക്കും. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ, ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ സാത്താൻ ഇയ്യോബിൻ്റെ മേൽ ദൈവം മുൻപാകെ ചൂണ്ടിക്കാണിക്കുന്ന 3 കാര്യങ്ങൾ, സാത്താൻ ചൂണ്ടിക്കാണിക്കുന്ന 3 കാര്യങ്ങൾ. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ, നീ അവനും അവൻ്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? സാത്താൻ പറയുന്നു, ദൈവം ഇയ്യോബിനും ഇയ്യോബിന് ചുറ്റും ഇയ്യോബിനുള്ള സകലത്തിനും ചുറ്റും എന്ത് ചെയ്തിരിക്കുന്നു? വേലി കെട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. സാത്താൻ എത്ര ശ്രമിച്ചിട്ടും ഇയ്യോബിനെ തൊടാൻ പറ്റുന്നില്ല, ഇയ്യോബിന്റെ വീടിനെ തൊടാൻ പറ്റുന്നില്ല, ഇയ്യോബിന്റെ നന്മകളെ തൊടാൻ പറ്റുന്നില്ല, ഇയ്യോബിന്റെ ആടുമാടുകളെ തൊടാൻ പറ്റുന്നില്ല, ഇയ്യോബിന്റെ കൃഷിഫലത്തെ തൊടാൻ പറ്റുന്നില്ല, ഇയ്യോബിന്റെ ഒരു തരത്തിലുള്ള കാര്യങ്ങളെയും സാത്താന് കൈവെക്കാൻ പറ്റുന്നില്ല. ആ സാത്താൻ വന്ന് പറയുകയാണ്, നീ വേലി കെട്ടിയിട്ടുണ്ടല്ലോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് തൊടാൻ പറ്റുന്നില്ല, എനിക്ക് നശിപ്പിക്കുവാൻ പറ്റുന്നില്ല. കൊല്ലുവാനും അറുക്കുവാനും മുടിക്കുവാനും ഞാൻ പോയപ്പോൾ എനിക്ക് കൊല്ലുവാനും അറുക്കുവാനും മുടിക്കുവാനും പറ്റുന്നില്ല എന്ന് സാത്താൻ ദൈവത്തോട് പറയുകയാണ്. സാത്താന്റെ 1-ാമത്തെ പരാതി, ദൈവം വേലി കെട്ടിയിരിക്കുന്നു. ഈ വേലിയെ പൊളിക്കുവാനാണ് സാത്താൻ പ്രവർത്തിക്കുന്നത്, പ്രലോഭിപ്പിക്കുന്നത്, പരീക്ഷണങ്ങൾ തരുന്നത്. അവന്റെ എല്ലാ ശ്രമങ്ങളും ആ ദൈവമക്കൾക്ക് ചുറ്റും കെട്ടപ്പെട്ടിരിക്കുന്ന ഒരു വേലിയെ പൊളിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഇനി 2-ാമത്തെ അവന്റെ പരാതി, നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. എങ്ങനെ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇയ്യോബ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിലും ബ്ലെസ്സിങ് ഉണ്ട്. എന്തുണ്ട്? ബ്ലെസ്സിങ് ഉണ്ട്. അബ്രഹാം ഇയ്യോബ് ഒരു വാഴ നട്ടാൽ അത് നല്ല കൊല കായ്ക്കും, വാഴ കരിഞ്ഞു പോകില്ല. തെങ്ങ് നട്ടാൽ തെങ്ങ് നല്ലവണ്ണം കായ്ക്കും, അതിൽ മണ്ടരി പിടിച്ച് അത് ഉണങ്ങിപ്പോകില്ല. കിണർ കുഴിച്ചാൽ ധാരാളം വെള്ളം കിട്ടും, അത് പൊട്ടക്കിണറായി പോകില്ല. അവൻ്റെ എല്ലാ പ്രവൃത്തിയിലും ദൈവം ഇയ്യോബിനെ അനുഗ്രഹിച്ചു. കോഴി അടവെച്ചാൽ എല്ലാ കുഞ്ഞും വിരിയും, അടിച്ചു കൊന്നാലും ചാകില്ല. എന്നാൽ ശപിക്കപ്പെട്ടവൻ കോഴി അടവയ്ക്കും, നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ചത്തുവീഴും. പക്ഷേ അനുഗ്രഹിക്കപ്പെട്ടവൻ അവന്റെ കൈ ചെയ്യുന്ന കാര്യത്തിൽ ആശീർവാദമുണ്ടാകും. ഹല്ലേലൂയ. ദുഷ്ടൻ കിച്ചണിൽ കുക്ക് ചെയ്യും, ചെയ്യുന്നതെല്ലാം ഒന്നുകിൽ ഉപ്പ് കൂടുതലായിരിക്കും, ഇല്ലെങ്കിൽ കരിഞ്ഞിരിക്കും. നിങ്ങളല്ല പറഞ്ഞത്, ശ്രദ്ധിച്ച് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ ചെയ്യുമ്പോൾ അതിലൊരു ബ്ലെസ്സിങ് ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഷ്ടൻ വീട് തൂക്കും, അഴുക്കെല്ലാം അവിടെ തന്നെ കിടക്കും, ശ്രദ്ധയുണ്ടാവില്ല. തൂത്തു പോയി കഴിഞ്ഞാലും അവിടെ നിറച്ച് ചവറും പൊടിയും കിടക്കും. എന്നാൽ അനുഗ്രഹിക്കപ്പെടാൻ ചെയ്യുന്നത് അതിലൊരു റിസൾട്ട് ഉണ്ടാകും. മനസ്സിലായോ? ആർക്കൊക്കെ മനസ്സിലായി? നല്ലവണ്ണം തൂക്കണം, നല്ലവണ്ണം കുക്ക് ചെയ്യണം, നല്ലവണ്ണം ജോലി ചെയ്യണം, ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു ബ്ലെസ്സിങ് വേണം. സാത്താൻ പറയുകയാണ്, നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. നോക്കൂ, സാത്താന് നിന്റെ അനുഗ്രഹം ഇഷ്ടമല്ല. നിന്റെ അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തുവാനാണ് സാത്താന്റെ ടെൻഡൻസി. നിന്റെ അനുഗ്രഹത്തെ നശിപ്പിക്കുവാനാണ് സാത്താന്റെ ശ്രമം. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ സാത്താന്റെ പ്രവൃത്തിയെ കുറിച്ച് പറയുന്നു, അറുക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനും അല്ലാതെ ദുഷ്ടൻ വരുന്നില്ല. അറുക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനും അല്ലാതെ സാത്താൻ വരുന്നില്ല. ഹല്ലേലൂയ. 3-ാമത്തെ അവന്റെ പ്രവൃത്തി, 3-ാമത്തെ അവന്റെ ലക്ഷ്യം, അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. അവന്റെ മൃഗസമ്പത്ത് പെരുകുന്നത് സാത്താൻ ഇഷ്ടപ്പെടുന്നില്ല. ഇയ്യോബിന്റെ മൃഗസമ്പത്ത് ദേശത്തിൽ പെരുകുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ഇയ്യോബിന്റെ ആടുമാടുകൾ പ്രസവിക്കുന്നത്, ഇയ്യോബിന്റെ മൃഗസമ്പത്ത് വർദ്ധിക്കുന്നത് സാത്താന് ഇഷ്ടപ്പെടുന്നില്ല. നോക്കിക്കേ, ആത്മീകമായി മാത്രമല്ല സാത്താൻ പോരാടുന്നത്,
മെന്റലി നിങ്ങൾ സ്വസ്ഥതയിലിരിക്കുന്നത് സാത്താൻ ഇഷ്ടമല്ല. ഭൗതികമായി നിങ്ങൾ വർദ്ധിക്കുന്നതും അനുഗ്രഹിക്കപ്പെടുന്നതും സാത്താൻ ഇഷ്ടമല്ല. എന്നാൽ ദൈവം എല്ലാ ഏരിയാസിലും ആത്മീകമായും മാനസികമായും ഭൗതികമായും ശാരീരികമായും അനുഗ്രഹിക്കപ്പെട്ടിരിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ഹല്ലേലൂയ. ആ ഇഷ്ടത്തെ 3 യോഹന്നാൻ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുകയാണ്. 3 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ എവിടെയൊക്കെ? സകലത്തിലും. ഏതിലൊക്കെ? സകലത്തിലും എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ, വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യത്തിൽ, തൊഴിലിൽ, ബിസിനസ്സിൽ, കുടുംബത്തിൽ, നിന്റെ എല്ലാത്തിലും നീ സുഖമായും ശുഭമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ജനം സകലത്തിലും സുഖമായും ശുഭമായും ഇരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. കഷ്ടത ഇഷ്ടപ്പെടുന്നവർക്ക് കഷ്ടത വർദ്ധിക്കട്ടെ. എന്നാൽ അനുഗ്രഹം ഗ്രഹിക്കുന്ന മനസ്സിലാക്കുന്ന ദൈവജനം അവർ ദൈവത്താൽ മാനിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കഷ്ടത വേണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് പ്രാർത്ഥിക്കും. ദൈവമേ, ധാരാളം കഷ്ടപ്പാടുകൾ വർദ്ധിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ചില ആളുകൾ അങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്, കഷ്ടത വേണമെന്ന്. കഷ്ടത വേണമെന്നുള്ളവർക്ക് കഷ്ടതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാനും റെഡിയാണ്. ഓക്കെ, അവരാഗ്രഹിക്കുകയല്ലേ. ആഗ്രഹിച്ച് ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കുന്നത് നല്ലതല്ലല്ലോ. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം അതല്ല. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? കഷ്ടപ്പെടാനല്ല ദൈവത്തിൻ്റെ ഇഷ്ടം. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടിയുള്ള കഷ്ടപ്പാടുകൾ അത് വേറെ, വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുവാനുള്ള കഷ്ടപ്പാടുകൾ അത് വേറെ, ദൈവകൃപയിൽ നിൽക്കുവാനുള്ള ബദ്ധപ്പാടുകൾ അത് വേറെ, കർത്താവിനെ ആരാധിക്കുവാനുള്ള കഷ്ടപ്പാടുകൾ അത് വേറെ. എന്നാൽ ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകൾ അത് വേറെ. ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകൾ ദാരിദ്ര്യത്തിൽ, ഞെരുക്കത്തിൽ, പട്ടിണിയിൽ, സങ്കടത്തിൽ ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാറ്റിലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഓക്കെ, ഒരു വചനം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഞാൻ 1-2 വചനം കൂടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 90-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ, 90-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവനെൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവജനം വിടുവിക്കപ്പെടണമെന്ന് കർത്താവിന് ഇഷ്ടമുണ്ട്. ദൈവജനം അടിമത്തത്തിൽ നിന്നും പുറത്തു വരണമെന്ന് കർത്താവിന് ഇഷ്ടമുണ്ട്. കടബാധ്യതയിൽ നിന്നും പുറത്തു വരണമെന്ന് കർത്താവിന് ഇഷ്ടമുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു വരണമെന്ന് കർത്താവിന് ഇഷ്ടമുണ്ട്. ദാരിദ്ര്യത്തിൽ നിന്നും പുറത്തു വരണമെന്ന് കർത്താവിന് ഇഷ്ടമുണ്ട്. എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും, ശത്രുതകളിൽ നിന്നും, ഇടർച്ചകളിൽ നിന്നും ദൈവത്തിൻ്റെ ജനം പുറത്തു വരണമെന്ന് കർത്താവിന് ഇഷ്ടമുണ്ട്. പറ്റിയിരുന്നാൽ വിടുവിക്കും. കർത്താവിനോട് പറ്റിയിരുന്നാൽ, ദൈവവചനത്തോട് പറ്റിയിരുന്നാൽ ദൈവത്തിൻ്റെ വിടുതൽ ദൈവജനം സ്വന്തമാക്കും. ഹല്ലേലൂയ. അവനെൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. ആരെ ദൈവം ഉയർത്തും? നാമത്തെ അറിയുന്നവരെ ഉയർത്തും. ദൈവത്തിൻ്റെ നാമം, ആ നാമത്തിന് മഹത്വം കൊടുക്കുന്ന ദൈവജനത്തിന് ദൈവത്താൽ ഒരു ഉയർച്ച വരും. ഹല്ലേലൂയ. ഇനി കർത്താവ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 19-ഉം 20-ഉം വാക്യം കൂടെ നോക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ. അവിടെ കർത്താവ് പറയുകയാണ്: പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. അടുത്ത വാക്യം: പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. ഓക്കെ, തുടർന്ന് അടുത്ത വാക്യം കൂടെ, 21-ാം വാക്യത്തിൽ: നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. ഈ 3 വാക്യങ്ങളും കൂടെ കൂട്ടി വായിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? ദൈവജനത്തിൻ്റെ കയ്യിൽ പണം, അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നാണോ കർത്താവ് പറയുന്നത്? അല്ല, പകരം പണത്തിന് അവൻ അടിമയാകരുതെന്നാണ്.
അവൻ്റെ ഹൃദയം പണത്തിലിരിക്കരുത്, അവൻ്റെ ഹൃദയം സമ്പത്തിലിരിക്കരുത്. പകരം അവൻ്റെ ഹൃദയം ദൈവത്തിലിരിക്കണം, അവൻ്റെ ഹൃദയം ദൈവവചനത്തിലിരിക്കണം, അവൻ്റെ ഹൃദയം ദൈവരാജ്യത്തിലായിരിക്കണം. ഇതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. ഇനി പണം കിട്ടിയാൽ ദൈവത്തെ ആരാധിക്കുവാൻ തടസ്സമുള്ളവർക്ക് വേണ്ടി കർത്താവ് പറയുകയാണ്, നിങ്ങൾ അതെല്ലാം ഉപേക്ഷിക്കണം. ഒരുവൻ കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, കർത്താവേ, ഞാൻ ഇനി എന്ത് ചെയ്യണം? ഞാൻ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, പക്ഷേ ഞാൻ ഇനി എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ എൻ്റെ പിന്നാലെ വാ. കർത്താവ് പറഞ്ഞു. കാരണം എന്തെന്നറിയാമോ? ചിലർ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. എന്തുകൊണ്ടെന്ന് പറയട്ടെ? അവൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ അവൻ്റെ ഹൃദയം നിഗളിക്കും, അവൻ്റെ ഹൃദയം അഹങ്കരിക്കും, അവൻ്റെ ഹൃദയം ആ പണത്തിൽ തന്നെ ഇരിക്കും, അവന് ദൈവവചനം കേൾക്കാൻ മനസ്സുണ്ടാകില്ല. ചിലർക്ക് ജോലി ഉണ്ടെങ്കിൽ അവരുടെ ഹൃദയം ആ ജോലിയിലായിരിക്കും, ദൈവവചനം കേൾക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ അവർക്ക് മനസ്സുണ്ടാകില്ല. അങ്ങനെയുള്ളവർക്ക് ആ ജോലി നഷ്ടപ്പെടുന്നത് നല്ലതാണ്. മനസ്സിലായോ? ചില ആളുകൾക്ക് ചിലരുടെ പഠിത്തം, അവരുടെ ഹൃദയം മുഴുവനും ആ പഠിത്തത്തിലാണ്, ദൈവത്തിലല്ല. ദൈവത്തെ ആരാധിക്കുന്നതിൽ, ദൈവത്തെ സ്തുതിക്കുന്നതിൽ അവരുടെ ഹൃദയമില്ല. അവർ പഠിക്കാതിരിക്കുന്നത് നല്ലത്, സ്കൂളിൽ പോകാതിരിക്കുന്നത് നല്ലത്. ക്ലിയർ ആണോ? കുട്ടികൾ ചിലർ ചിന്തിക്കുകയാണ് അതാണ് നല്ലത്, സ്കൂളിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞത്, ആരാധിക്കുന്നതിനേക്കാളും ഒന്നിനും പ്രാധാന്യം കൊടുക്കരുത്, അങ്ങനെയുള്ളത് മാറ്റുന്നത് നല്ലതെന്നാണ് വചനം പറയുന്നത്. നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളക എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂടിനെടുത്ത് കളക എന്ന് വചനം പഠിപ്പിക്കുന്നു. കർത്താവ് ഇത് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ സെൻസ് ഇങ്ങനെയാണ്. കൈ വെട്ടിക്കളയാനോ കണ്ണ് ചൂഴ്ന്ന് കളയാനോ അല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. അവിടെ എല്ലാം ഒരു മാനേജ്മെന്റ് സിസ്റ്റം നേരെയാകണമെന്നാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. കൈ വെട്ടിക്കളയുവാനല്ല, കണ്ണ് ചൂഴ്ന്ന് കളയുവാനല്ല, നിങ്ങളുടെ കയ്യിൽ നിക്ഷേപം ഉണ്ടാകുവാൻ പാടില്ല എന്നുമല്ല കർത്താവ് പറയുന്നേ. ഇത് കൈകാര്യം ചെയ്യുവാനുള്ള നല്ല ഹൃദയം വേണം. നിങ്ങളുടെ മനസ്സ് സമ്പത്തിലാകരുത്. സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അതിൽ മനസ്സ് വയ്ക്കരുതെന്ന് വചനം പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ഹൃദയം സമ്പത്തിലാകരുത്. നിങ്ങളുടെ ഹൃദയം കർത്താവിലിരിക്കട്ടെ, നിങ്ങളുടെ ഹൃദയം വചനത്തിലിരിക്കട്ടെ, നിങ്ങളുടെ ഹൃദയം ദൈവരാജ്യത്തിലിരിക്കട്ടെ, നിങ്ങളുടെ ഹൃദയം പരിശുദ്ധാത്മാവിലിരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം എവിടെയിരിക്കുന്നു എന്നുള്ളതിലാണ് മെയിൻ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ഹൃദയം ഏത് കാര്യത്തിലാണോ തിരിഞ്ഞു പോകുന്നത് അത് നിങ്ങൾ മാറ്റണം. ഏതു കാര്യമുണ്ടെങ്കിലും അതിൽ ഹൃദയം പോകാതെ അത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ മാനേജ് ചെയ്യുവാനുള്ള ഒരു പക്വതയുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതില്ല. അത് മാനേജ് ചെയ്തു പോയാൽ മതി. എന്നാൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ മതി. ഇയ്യോബിനെ നോക്കുക. ഇയ്യോബിനെ ദൈവം അനുഗ്രഹിച്ചു. ഇയ്യോബ് ദേശത്തിൽ വർദ്ധിക്കുന്നു. ദൈവം ഇയ്യോബിനോട് ആ സമ്പത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞില്ല. പകരം ഇയ്യോബ് അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നു. ഇയ്യോബിന്റെ ഹൃദയം ആ സമ്പത്തിലില്ല. ഇയ്യോബിന്റെ ഹൃദയം ദൈവത്തിലാണ്. ഇയ്യോബിന്റെ ഹൃദയം കർത്താവിലാണ്. അതുകൊണ്ട് അത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവാൻ കർത്താവ് ഇയ്യോബിനോട് പറഞ്ഞില്ല. ഇയ്യോബിനെ ദൈവമാണ് അനുഗ്രഹിച്ചത്. സാത്താൻ പറയുന്നു ദൈവം അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഹൃദയം സമ്പത്തിന്റെ മേൽ വെക്കുന്നവൻ, ഹൃദയം പണത്തിന്റെ മേൽ വെക്കുന്നവൻ, ഹൃദയം ലോകത്തിലെ കാര്യങ്ങളുടെ മേൽ വെക്കുന്നവൻ കർത്താവിന് കൊള്ളാകുന്നവനല്ല. ചിന്ത, ഹൃദയം ഒന്നാം സ്ഥാനം ഏതിന്റെ മേൽ വെക്കുന്നു എന്നുള്ളതിലാണ് വിഷയം. ദൈവജനത്തെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടുകൂടെ സ്നേഹിക്കണം. നിന്റെ സ്നേഹമെല്ലാം യേശുവിലാകട്ടെ. നിന്റെ സ്നേഹമെല്ലാം, ശ്രദ്ധയെല്ലാം വചനത്തിലാകട്ടെ. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന ഒരു ഹൃദയം നിനക്കുണ്ടാകട്ടെ. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്ന ഒരു ഹൃദയം നിനക്കുണ്ടാകട്ടെ. എല്ലാറ്റിനേക്കാളും കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം നിനക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ. എന്തിനെ സ്നേഹിക്കുന്നു? പത്രോസിനെ വിളിച്ച് കർത്താവ് ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവ് തൻ്റെ മക്കളോട് ആവശ്യപ്പെടുന്ന ഒരൊറ്റ കാര്യം, ലവ്, സ്നേഹിപ്പനും. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടുകൂടെ. നാം നമ്മെ തന്നെ പരിശോധിക്കണം. എൻ്റെ പൂർണ്ണമായ സ്നേഹം യേശുവിലാണോ? എൻ്റെ പൂർണ്ണമായ സ്നേഹം വചനത്തിലാണോ? എൻ്റെ പൂർണ്ണമായ സ്നേഹം ദൈവത്തിലാണോ എന്ന് നാം നമ്മെ തന്നെ പരിശോധിക്കണം. അടുത്ത എടുത്ത് പറഞ്ഞേ, പൂർണ്ണമായ സ്നേഹം കർത്താവിലിരിക്കട്ടെ. ആമേൻ, ആമേൻ. നിങ്ങളുടെ കയ്യിൽ ഒരു 10 കോടി രൂപ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പറയട്ടെ എന്ത് ചെയ്യുമെന്ന്. മെജോറിറ്റി ആളുകൾ സഭ വിട്ടു പോവും. എന്തുകൊണ്ടെന്നറിയാമോ?
മനസ്സ് ദൈവത്തിലല്ല. സമ്പത്ത് കിട്ടാൻ, അനുഗ്രഹം കിട്ടാൻ വേണ്ടി മാത്രം ദൈവത്തെ ഉപയോഗിക്കുന്നു. ചൂഷണം ചെയ്യുന്ന കള്ളന്മാരാണ്. പക്ഷേ അനുഗ്രഹം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, നന്മ വന്നാലും നന്മ വന്നില്ലെങ്കിലും, எந்த காலத்திலும் எந்த நேரத்திலும் நன்றியால் உம்மை நான் துதிப்பேன். இயேசுவே உம்மை நான் உம்மை நான் துதிப்பேன் எந்த വേളയിലും തുതിപ്പേൻ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു 10 കോടി രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്നു. നിങ്ങൾ സ്വസ്ഥമായിട്ട് ഇവിടെ ഇരുന്ന പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുമോ? ആരാധിക്കില്ലേ? ആരൊക്കെ ആരാധിക്കും? ശരി, ശനിയാഴ്ച വൈകുന്നേരം ഒരു ന്യൂസ് വരികയാണ്. നിങ്ങൾ ഏത് ബാങ്കിലാണോ നിങ്ങൾ ആ 10 കോടി രൂപ ഇട്ടിരിക്കുന്നത്, ആ ബാങ്ക് പൊളിഞ്ഞു വന്നൊരു ന്യൂസ് വരികയാണ്. ഞായറാഴ്ച വന്ന് നിങ്ങൾ സ്വസ്ഥതയോടുകൂടെ പൂർണ്ണതയോടുകൂടെ ദൈവത്തെ ആരാധിക്കുമോ? ആരാധിക്കില്ലേ? പറഞ്ഞേ, ആരാധിക്കും. ഇതാണ് യഥാർത്ഥ ഭക്തന്മാർ. നിങ്ങളിപ്പോൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു, പക്ഷെ സംഭവിക്കുമോ എന്നുള്ളത് കണ്ടറിയാം. ബാങ്ക് പൊളിഞ്ഞുവെന്ന് വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഇവിടുത്തെ ഹാർട്ടും അറ്റാക്കായി പൊട്ടിപ്പോവും. അപ്പോൾ നിന്റെ ഹൃദയം എവിടെ ഇരിക്കുന്നു എന്നുള്ളതിലാണ് കർത്താവ് നോക്കുന്നത്. നിന്റെ ഹൃദയം കർത്താവിലാണോ 10 കോടിയിലാണോ? നിന്റെ ഹൃദയം കർത്താവിലാണോ ഈ ലോകത്തിലുള്ള ഏതെങ്കിലും കാര്യത്തിലാണോ? എവിടെയാണ് നിന്റെ ഹൃദയം? ഏദൻ തോട്ടത്തിൽ കർത്താവ് ചോദിക്കുകയാണ്, ആദാമേ നീ എവിടെയാകുന്നു? എന്താ, കർത്താവിന് അറിയില്ലേ ആദാം എവിടെ ഇരിക്കുന്നെന്ന്? അവനവിടെ ഒളിച്ചിരിക്കുന്ന കാര്യം കർത്താവിന് നല്ലോണം അറിയാം. പക്ഷേ കർത്താവിന്റെ ചോദ്യത്തിന്റെ ഡെപ്ത് എന്താണെന്ന് അറിയാമോ? നിന്നെ ഞാൻ ആക്കി വെച്ചത് എവിടെ? നീ ഇപ്പോൾ കിടക്കുന്ന പൊസിഷൻ എവിടെ? ദൈവം അവനെ ഉന്നത നിലയിൽ ആക്കി വെച്ചിരുന്നു. അവൻ അതെല്ലാം ത്യജിച്ച് എല്ലാം അലങ്കോലമാക്കി കൊലച്ച് പുറക്കിയിട്ടുണ്ട് അവിടെ ഇരിക്കുക, അത്തിയുടെ മുടിൽ ഒളിച്ചിരിക്കുക. ഓക്കെ, അപ്പോ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്. അതിനെ കീപ്പ് ചെയ്യണം, അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. ശ്രദ്ധ മാറരുത്, ഹൃദയം മാറരുത്. പണത്തിൽ ഹൃദയം വെക്കരുത്. പണത്തെ നീതിയോടെ കൈകാര്യം ചെയ്യണം. പണത്തെ ദൈവഭയത്തോടെ കൈകാര്യം ചെയ്യണം. ന്യായത്തോടെ അതിനെ മാനേജ് ചെയ്യണം. അതിലൊരു നീതി വെളിപ്പെടണം. സമ്പത്തിനെ നീതിയോടുകൂടെ കൈകാര്യം ചെയ്യണം. അതിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. ദൈവത്തിൽ തന്നെ സന്തോഷിക്കുന്ന, പരിശുദ്ധാത്മാവിൽ തന്നെ സന്തോഷിക്കുന്ന ഒരു ഹൃദയം നമുക്ക് വേണം. ഹല്ലേലൂയ. ചിലർ വിചാരിക്കുന്നത് 10 കോടി രൂപ വന്നാലും കുഴപ്പമില്ല, ബാങ്ക് പൊളിഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ കർത്താവിനെ തന്നെ ആരാധിക്കും. അതെന്തുകൊണ്ട് പറയുന്നത് അറിയാമോ? ഇപ്പൊ ആ 10 കോടി ഇല്ലാത്തതുകൊണ്ടാണ്. വരുമ്പോൾ അറിയാം, വരാൻ സമയമായി. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുന്നത്. കർത്താവ് അഡ്വാൻസ് ആയിട്ട് പത്രോസിനോട് പറഞ്ഞു, നീ ഇന്ന് കോഴി കൂവുന്നതിന് മുന്നേ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും. കോഴി കൂവി തള്ളി പറയുകയും ചെയ്തു. എന്നാൽ കർത്താവ് നമ്മളെ പ്രിപ്പയർ ചെയ്യുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഈ സമ്പത്തിനെ മാനേജ് ചെയ്യുവാൻ, പണത്തെ മാനേജ് ചെയ്യുവാൻ ഒരു പക്വതയുള്ളൊരു ഹൃദയം ചാഞ്ഞു പോകാത്ത ഒരു പക്വതയുള്ളൊരു ഹൃദയം, ദൈവത്തിൽ തന്നെ ഇരിക്കാനുള്ള ഒരു ഹൃദയത്തെ നിങ്ങളൊന്ന് ഉണ്ടാക്കിയെടുക്കുക. സമ്പത്തങ്ങ് വന്നോളും, ഓട്ടോമാറ്റിക്കലി വന്നോളും. സമ്പത്ത് വരുന്നത് വലിയ കാര്യമല്ല. ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിക്കും. എന്നാൽ സമ്പത്തിൻ്റെ അടിയിലായി പോകരുത്, സമ്പത്തിൻ്റെ ദാസനാകരുത്. നീ സമ്പത്തിന് മാസ്റ്ററായിരിക്കണം. കർത്താവ് നിന്റെ മാസ്റ്ററായിരിക്കട്ടെ, സമ്പത്ത് നിന്റെ ദാസനായിരിക്കട്ടെ. സമ്പത്ത് നിന്റെ സെർവൻ്റ് ആയിരിക്കട്ടെ, നിന്റെ വേലക്കാരനായിരിക്കട്ടെ. അത് നിന്റെ മാസ്റ്റർ ആകരുത്, അത് നിന്റെ യജമാനനാകരുത്. ഹല്ലേലൂയ. ഓക്കെ, അപ്പൊ ഹൃദയം എവിടെ ഇരിക്കുന്നു? വീട്ടിൽ ആടുണ്ട്, വീട്ടിൽ മാടുണ്ട്. ആരാധന കഴിഞ്ഞ് പോയ ഉടനെ അതിന് വെള്ളം കൊടുക്കണം. വചനം കേൾക്കുമ്പോൾ മുഴുവനും ആടിന് വെള്ളം കൊടുക്കണം, മാടിന് വെള്ളം കൊടുക്കണം എന്ന് തന്നെ ആലോചിച്ചിരുന്നാൽ ഹൃദയം എവിടെ ഇരിക്കുന്നു? ആട്ടിൻ്റെ മേൽ, മാട്ടിൻ്റെ മേൽ ഹൃദയം ഇരിക്കുന്നു. ഓക്കെ, അടുത്ത് പോയിട്ട് ചെയ്യാനുള്ള ഏതെങ്കിലും കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ കൂടെ റണ്ണാവുകയാണെങ്കിൽ അവിടെയാണ് കാര്യം. നിങ്ങളുടെ ഹൃദയം ആ കാര്യത്തിലാണ് ഇരിക്കുന്നത്. വീട്ടിൽ പോയിട്ട് ഇനി രാത്രിയുള്ള ആഹാരമെല്ലാം പാചകം ചെയ്യണം.
പോകുന്ന വഴിക്ക് കടുക് മല്ലി എല്ലാം വാങ്ങിക്കൊണ്ട് പോകണം എന്ന് ഹൃദയത്തിൽ റണ്ണായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം അവിടെയാണ് ഇരിക്കുന്നത്, കർത്താവിലല്ല, ദൈവത്തിലല്ല. നിങ്ങളുടെ ഹൃദയം കർത്താവിലിരിക്കട്ടെ. കർത്താവിൻ്റെ പാദത്തിലിരിക്കുന്ന സമയം ഹൃദയത്തെ ശൂന്യമാക്കണം. ശൂന്യമാക്കി യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു എനിക്ക്, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. നിന്റെ ഹൃദയം എവിടെയാണ്? യേശുവിലാണോ? ആ ക്രൂശിലാണോ? അല്ല ലോകത്തിലെ കാര്യങ്ങളിലാണോ? ലോകത്തിൽ ദൈവജനം അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവത്തിന് ഇഷ്ടമുണ്ട്. ലോകത്തിൽ ദൈവജനം എല്ലാ നന്മകളിലും വർദ്ധിച്ചു വരണമെന്ന് ദൈവത്തിന് ഇഷ്ടമുണ്ട്. പക്ഷേ അതിൽ മനസ്സ് വയ്ക്കരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. മനസ്സ്, ഹൃദയം യേശുവിൽ, വചനത്തിൽ, സ്തുതിയിൽ, സ്തോത്രത്തിൽ, അഭിഷേകത്തിൽ തന്നെ ഹൃദയം ഇരിക്കണം. ഇതാണ് കർത്താവിൻ്റെ ഇഷ്ടം. ഹല്ലേലൂയ. എത്ര സമ്പത്ത് വർദ്ധിച്ചാലും ഞാൻ കർത്താവിനെ വിട്ട് പിന്മാറുകയില്ല എന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും? റിയൽ ആണല്ലോ. ഓക്കെ, ശരി, വീഡിയോ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് സൂക്ഷിച്ചു വെച്ചേക്കണം ഈ മെസ്സേജ്. ഓക്കെ ഓക്കെ, നോക്കിക്കേ, ഹൃദയം മാറിപ്പോരുത്, ഹൃദയം മാറിപ്പോരുത്. ചില വിശ്വാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്, അനുഗ്രഹം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഭയങ്കര ആരാധനയായിരിക്കും. പെട്ടെന്ന് ദൈവം അവർക്കൊരു വഴി തുറന്നു കൊടുക്കും. അനുഗ്രഹം കിട്ടിയ ഉടനെ കൊണ്ടങ്ങ് ഓടിപ്പോവും. പിന്നെ അവർ ആരാധിക്കാൻ കാണുകയില്ല. ഇതെങ്ങനെയുള്ള വിശ്വാസികളാണ്? എങ്ങനെയുള്ള ഭക്തന്മാരാണ്? കപടഭക്തിക്കാരാണ്. ആരാണ്? കപടഭക്തിക്കാരാണ്. നന്മ വന്നാൽ ദൈവത്തെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്ന, ദൈവത്തെ ആരാധിപ്പാൻ സമയമില്ലാത്ത, കർത്താവിനെ സ്തുതിപ്പാൻ സമയമില്ലാത്ത കപടഭക്തിക്കാരുണ്ട്. ദൈവപുത്രന്മാർ അങ്ങനെയാകുവാൻ പാടില്ല. ഏദൻ തോട്ടത്തിൽ ദൈവം വെച്ചിരുന്ന ആ ദൈവപുത്രന്മാർ, അവർ വേല ചെയ്യുവാനും കാക്കുവാനും ദൈവം കൊടുത്ത ജോലിയെ കാത്തുകൊള്ളുവാൻ കഴിയാതെ അവർ കൃപയിൽ നിന്നും വീണുപോയി. ദൈവമാക്കി വെച്ചിരിക്കുന്ന പദവിയിൽ നിന്നും വീണുപോയി. എന്നാൽ ദൈവപുത്രന്മാരെന്ന നിലയിലേക്ക് മനുഷ്യപുത്രന്മാരിൽ നിന്ന് വളർന്നു വരുന്ന ദൈവമക്കളായ നമ്മൾ ഈ പോരായ്മകളെ തിരിച്ചറിയണം. വീഴാനുള്ള സാധ്യതകളെ തിരിച്ചറിയണം. വീഴാതെ നിൽക്കുന്നവൻ വീഴാതെ വണ്ണം തങ്ങളെ തന്നെ സൂക്ഷിക്കട്ടെ എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആദാം വീണെടുത്ത് ദൈവ പൈതലെ നീ വീഴരുത്. ഹവ്വ വീണെടുത്ത് നീ വിടരുത്. യൂദ വീണെടുത്ത് നീ വിടരുത്. ദാവീദ് വീണെടുത്ത് നീ വിടരുത്. വീണുപോയ അനേക ഭക്തന്മാരുണ്ട്. പല ഏരിയാസിൽ അവർ വീണുപോയി. പക്ഷേ അത് നാം വീഴാതിരിക്കുവാൻ വേണ്ടി തിരുവെഴുത്തിലൂടെ കർത്താവ് അത് നമുക്കായി ഓർമ്മിപ്പിക്കുകയാണ്. വീഴരുത്, വീണു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹൃദയം എവിടെ ഇരിക്കുമെന്നുള്ളതാണ്. ഇനി ഞാൻ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യത്തിൽ ആ 28 അധ്യായം മുഴുവനും ശാപത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒരു ലിസ്റ്റാണ് ആ 28-ാം അധ്യായത്തിൽ പറയുന്നത്. 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യത്തിൽ അനുഗ്രഹത്തിൻ്റെ ലിസ്റ്റും തുടർന്നുള്ള വാക്യങ്ങളിൽ ശാപത്തിൻ്റെ ലിസ്റ്റുമാണ് അവിടെ പറയുന്നത്. പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തെ അനുസരിച്ച് നടന്നാൽ ഇന്ന അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് കർത്താവ് ആ ജനത്തിന് വാക്കുകൊടുത്തു. പഴയ നിയമത്തിൽ അത്രയ്ക്ക് അനുഗ്രഹമുണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ ആ അനുഗ്രഹത്തിൻ്റെ ഡെപ്ത് ഭയങ്കര കൂടുതലാണ്. പഴയ നിയമത്തിലുള്ള തേജസ്സിനേക്കാളും പുതിയ നിയമത്തിലുള്ള തേജസ് അധികമാണ്. പഴയ നിയമത്തിലുള്ള ദൈവ സാന്നിധ്യത്തെക്കാളും പുതിയ നിയമത്തിലുള്ള ദൈവ സാന്നിധ്യം അധികമാണ്. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പഴയ നിയമത്തിൽ ദൈവം ആ ന്യായപ്രമാണത്തെ അനുസരിക്കുമ്പോൾ ഏതു തലത്തിൽ ദൈവജനത്തെ അനുഗ്രഹിക്കുവാൻ ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യത്തെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. 28-ാം അധ്യായം ആവർത്തനം 28-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ ഒന്നാമതായി കർത്താവ് പറയുന്ന ഒരു കാര്യം, അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. എല്ലാവരും പറഞ്ഞേ, ഉന്നതമാക്കും. എന്നിട്ട് പറഞ്ഞേ, ഹല്ലേലൂയ. ദൈവം ഉയർത്തുന്ന ദൈവം, ഉയർത്തുവാൻ ഇഷ്ടമുള്ള ദൈവം നിങ്ങളുടെ ആരോഗ്യത്തിൽ, നിങ്ങളുടെ സമ്പത്തിൽ,
നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, നിങ്ങളുടെ തൊഴിലിൽ, എല്ലാ ഏരിയാസിലും ദൈവത്തിന് തൻ്റെ ജനത്തെ ഉയർത്തുവാൻ ഇഷ്ടമുണ്ട്. ദൈവം ഉയർത്തുമ്പോൾ അതിൻ്റെ അടിമയാകരുത്. അതിനെ നന്ദിയോടുകൂടെ അനുഭവിപ്പാനും നീതിയോടുകൂടെ കൈകാര്യം ചെയ്യുവാനുമുള്ള ഒരു വിവേകമുള്ള ഹൃദയം, ഒരു ജ്ഞാനമുള്ള ഹൃദയം ദൈവ മക്കൾക്ക് വേണം. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം, ദൈവം ഉയർത്തുവാൻ ഇഷ്ടമുള്ള ദൈവം. നമ്മെ എല്ലാവരെയും ഉയർത്തുവാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്. ഭൗതികമായും മാനസികമായും ആത്മീകമായും, ബോഡി, സോൾ, സ്പിരിറ്റ്, ഈ 3 ഏരിയാസിലും എല്ലാ നിലകളിലും ഉന്നതമാക്കുവാൻ, ഉയർത്തുവാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്. ഹല്ലേലൂയ. അതിനെന്ത് ചെയ്യണം? കേട്ടനുസരിക്കണം. ആരെ ഉയർത്തും? അനുസരണയുള്ളവരെ ദൈവം ഉയർത്തും. കേൾക്കുന്ന വചനങ്ങൾ ഏറ്റെടുത്ത് അനുസരിക്കുന്നവരെ ദൈവം ആശീർവദിക്കും. ദൈവത്തിൻ്റെ ആശീർവാദം ഏതെല്ലാം നിലകളിൽ ഉണ്ടാകുമെന്നാണ് ഈ 28-ാം അധ്യായത്തിൽ പറയുന്നത്. ഈ 28-ാം അധ്യായത്തിൽ 1 മുതൽ 14 വരെ വാക്യത്തിൽ പറയുന്ന അനുഗ്രഹങ്ങളെല്ലാം ഇത് ആത്മീക അനുഗ്രഹങ്ങളല്ല, ഇതെല്ലാം ഭൗതിക അനുഗ്രഹങ്ങളാണ്. ഈ അനുഗ്രഹങ്ങൾ തൻ്റെ ജനത്തിൻ്റെ മേൽ വരണമെന്ന് ദൈവത്തിന് ഇഷ്ടമുണ്ട്. ആമേൻ. ഒന്നാമത്തെ കാര്യം, ഉന്നതമാക്കും. ആർക്കൊക്കെ ഉന്നതമാകണം? ശരി, ഇഷ്ടമുള്ളവരെല്ലാം ദൈവം ഉയർത്തട്ടെ. ഇഷ്ടമില്ലാത്തവർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടായിരുന്നോ? ഉറങ്ങിയിരുന്നവരാരും കേട്ടില്ല. അടുത്ത ഒരു പ്രൈസിനോട് പറഞ്ഞേ. ഞാൻ എന്താ പറഞ്ഞേ? ഉന്നതമാക്കുന്ന ദൈവം, ഉയർത്തുന്ന ദൈവം. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ ഓക്കെ. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? കർത്താവ് എന്നെ ഉയർത്തും. ശരി, കണ്ടീഷനുണ്ട്. ദൈവവചനത്തെ അനുസരിച്ച്, അറിഞ്ഞതിനെ അനുസരിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ നടന്നാൽ ദൈവത്താൽ ഒരു ഉയർച്ച തൻ്റെ മക്കൾക്ക് വരും. സ്വന്തം അധ്വാനത്തിൻ്റെ കഴിവ് കൊണ്ട് മാത്രമല്ല, സ്വന്തം ശ്രമങ്ങളുടെ കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല, ആ അധ്വാനത്തിൽ, ആ ശ്രമങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ഉണ്ടാകുമെന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. നന്മയും കരുണയും നമ്മെ പിന്തുടരും. 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, നന്മയും കരുണയും നമ്മെ പിന്തുടരും. ദൈവമക്കൾ വിശ്വസിക്കണം, എന്നെ നന്മ പിന്തുടരും. എന്നെ ദോഷം പിന്തുടരില്ല, എന്നെ തിന്മ പിന്തുടരില്ല, എന്നെ ശാപം പിന്തുടരില്ല, എന്നെ ദാരിദ്ര്യം പിന്തുടരില്ല. എന്നെ നന്മ പിന്തുടരും, എന്നെ അനുഗ്രഹം പിന്തുടരും. ഹല്ലേലൂയ. അടുത്ത രണ്ടാമത്തെ കാര്യം, 28:2 അവിടെ ഒരു കാര്യം കർത്താവ് പറയുന്നു, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. എവിടെ നീ അനുഗ്രഹിക്കപ്പെടും? പട്ടണത്തിൽ. ഏതാ നിങ്ങളുടെ പട്ടണം? അപ്പൊ നിങ്ങൾക്കുള്ളതല്ല ഇത്. പട്ടണം പോലും അവരുടെ താഴെ ദൈവം എങ്ങനെ അനുഗ്രഹിക്കാണ്? ഏതാ നിങ്ങളുടെ പട്ടണം? തിരുവനന്തപുരം? തമിഴ്നാട്ടിലുള്ളവർക്ക് മാർത്താണ്ഡമാണോ നാറുകൂലാണോ? ഏതാ? കന്യാകുമാരിയാണോ? നാഗർകോവിലല്ലേ നിങ്ങളുടെ ആസ്ഥാനം? ശരി, ഏതെങ്കിലും ആകട്ടെ. ആ പട്ടണത്തിൽ ഒരു ദൈവ പൈതലിനെ കർത്താവ് എന്ത് ചെയ്യും? അനുഗ്രഹിക്കും, ഉയർത്തും. ഹല്ലേലൂയ. ഈ അനുഗ്രഹത്തിൻ്റെ ഒരു 13 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 14 വചനങ്ങളിൽ 13 കാര്യങ്ങൾ ഏതെല്ലാം നിലകളിൽ കർത്താവ് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പട്ടണത്തിലെ അനുഗ്രഹം ദൈവമക്കൾ സ്വന്തമാക്കണം. ദേശത്തിലെ നന്മ ദൈവജനത്തിലേക്ക് തേടി വരും, ദൈവജനത്തിലേക്ക് ഒഴുകി വരും. വിശ്വസിക്കുന്നവർ ആ നന്മകൾ സ്വന്തമാക്കും. വചനത്തെ മാനിക്കുന്ന, അനുസരിക്കുന്ന, ആരാധിക്കുന്ന, സ്തുതിക്കുന്ന, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ആ നന്മകൾ സ്വന്തമാക്കും. ഹല്ലേലൂയ. ഇനി 3-ാമത്തെ കാര്യം 28:3 വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. വയലിൽ എന്താണ് പരിപാടി? കൃഷി അല്ലേ? കൃഷി ഫലം എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. ആർക്കൊക്കെ കൃഷി ഇഷ്ടമുണ്ട്? ശരി, കൃഷി ഇഷ്ടമില്ലാത്ത ആരും ആഹാരമേ കഴിക്കരുത്. കൃഷി ചെയ്താലേ ആഹാരം കിട്ടുള്ളൂ. ഓക്കെ, വീട്ടിൽ ഏതെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടാൻ പറ്റിയാൽ നടണം. നട്ടു നിൽക്കുന്ന സാധനത്തിൽ എന്തെങ്കിലും ഫലം കിട്ടണം. കാണാൻ മാത്രം ഭംഗിയുള്ള സാധനത്ത് നട്ടുവെക്കരുത്. മുള്ള്, ഇവിടെ നിറച്ച് മുള്ളങ്ങ് നട്ടുവെക്കുകയാണ്. ഓക്കെ, ഇല നല്ല ഭംഗിയുണ്ട്, കൂട്ടാൻ വയ്ക്കാനും കൊള്ളില്ല,
കഴിച്ചാൽ ചത്തുപോവും. ഇങ്ങനെയുള്ള സാധനങ്ങളല്ല നട്ടുവെക്കേണ്ടത്. ഗുണമുള്ള, ഫലമുള്ള നല്ല നല്ല കാര്യങ്ങളെ നട്ടു വളർത്തണം. മുള്ളും പറക്കാരിയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും എന്ന് പറയുന്നത് എന്താണ്? അതൊരു ശാപമാണ്. എന്നാൽ ചില ആളുകൾക്ക് ഈ മുള്ളും പറക്കാരിയും ഭംഗിക്ക് വേണ്ടി നട്ടുവെക്കാനാണ് ഇഷ്ടം. ആർക്കൊക്കെ മുള്ളും പറക്കാരിയും വീട്ടിൽ നട്ടുവെക്കാൻ ഇഷ്ടമുള്ളത്? വാങ്ങാൻ കിട്ടും, നഴ്സറിയിൽ വാങ്ങാൻ കിട്ടും. ചില ആളുകൾ ഈ മുള്ളിനെ കെട്ടിത്തൂക്കിയിട്ടേക്കും. നല്ല വീട് വെച്ചിട്ട് ഫ്രണ്ടിൽ മുള്ള് കെട്ടിത്തൂക്കിയിട്ടേക്കും. അത് തന്നെ ഒരു ശാപത്തിൻ്റെ അടയാളമാണ്. ഈ വീട് മുള്ളിൻ്റെ വീടാണ്, മുള്ളും പറക്കാരിയും മുളച്ചു വരുന്ന, അത് അനുഭവിക്കേണ്ട ഒരു വീടാണെന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മുള്ളും പറക്കാരിയും വേണോ? ആർക്കൊക്കെ മുള്ളും പറക്കാരിയും വേണം? വേണ്ട? വേണോ? വേണ്ടേ? വേണ്ട. ഇന്ന് തന്നെ വീട്ടിൽ പോയി മുള്ളും പറക്കാരിയും എടുത്ത് കളയണം. മുള്ളിന് വെള്ളമൊഴിച്ച് വളർത്തുകയാണ്, നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള സാധനങ്ങളുണ്ടെങ്കിൽ ഇന്ന് തന്നെ എടുത്ത് കളഞ്ഞിട്ട് പ്രയോജനമുള്ള സാധനങ്ങൾ, ഉപയോഗമുള്ള സാധനങ്ങൾ, മെഡിസിനലായിട്ടുള്ള കാര്യങ്ങൾ, ശരീരത്തിന് ഗുണമുള്ള കാര്യങ്ങൾ അത് നട്ടു വളർത്തണം. ഇവിടെ നമുക്കൊരു വൈദ്യരുണ്ട്. ഏത് ചവർ പുല്ലിനെ കണ്ടാലും അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, ഇത് ഭയങ്കര ഗുണമുള്ളതാണ്, ഇതിന് ഇന്ന ക്വാളിറ്റീസ് ഉണ്ട് എന്ന് പറയും. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ സൃഷ്ടികളും, പ്രത്യേകിച്ച് സസ്യങ്ങൾ, അതിനെയാണ് ദൈവം മനുഷ്യർക്ക് ആഹാരമായി തന്നിട്ടുള്ളത്. എല്ലാത്തിലും ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ഉണ്ട്. ഹല്ലേലൂയ. വളരെയധികം ഗുണങ്ങളുണ്ട്. അതുകൊണ്ടാണ് സസ്യങ്ങൾ കൂടുതൽ ഭക്ഷിക്കുന്ന ആളുകൾക്ക് കൂടുതൽ അസുഖം വരാറില്ല. എന്നാൽ ഈ ഫാസ്റ്റ് ഫുഡും അങ്ങനെയുള്ള കൃത്രിമമായ സിന്തറ്റിക് ഫുഡ്സും കഴിക്കുന്ന ആളുകൾക്ക് കൂടുതൽ അസുഖം വരും. ഓക്കെ, ഇലക്കറികൾ, അതുപോലുള്ള വെജിറ്റബിൾസ്, അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നവരുടെ ശരീരം ഹെൽത്തി ആയിരിക്കും. എന്നാൽ പിസ്സ, ബർഗർ, ഇങ്ങനെയുള്ള സാധനങ്ങൾ, എണ്ണ പലഹാരങ്ങൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു പരിധി കഴിയുമ്പോൾ കൊളസ്ട്രോൾ, പ്രഷർ, BP, ഷുഗർ, ഇങ്ങനെയുള്ള ബോണസ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും. എണ്ണ പലഹാരത്തിൻ്റെ ബോണസ്, ബേക്കറി പലഹാരത്തിൻ്റെ ബോണസ്, ഷുഗർ, BP, കൊളസ്ട്രോൾ, പ്രഷർ എന്നുള്ള സാധനങ്ങൾ കിട്ടും. ഏത് വേണം? ദൈവം സൃഷ്ടിച്ചു ഈ സകല സസ്യങ്ങളും അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. ആരെ നോക്കി പറഞ്ഞു? മനുഷ്യനെ നോക്കി പറഞ്ഞു. ഹല്ലേലൂയ. ശരി, അപ്പോൾ ദൈവം സൃഷ്ടിച്ച എല്ലാത്തിലും ബ്ലെസ്സിംഗ് ഉണ്ട്. ബ്ലെസ്സിങ്സ് ഇൻ ദ ഫീൽഡ്. വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നീ നട്ടു വളർത്തുന്ന കാര്യങ്ങളിൽ അനുഗ്രഹമുണ്ടാകും. ചിലർ നടും, പക്ഷെ നല്ലത് കാക്കില്ല. ചിലർ നടും, അതെല്ലാം നശിച്ചു പോകും. ചിലർ നടും, അതിനെല്ലാം പുഴു കുത്തിപ്പോകും. ചിലർ നടും, അതെല്ലാം കേടുപിടിക്കും, വൈറസ് പിടിക്കും, ഫംഗസ് പിടിക്കും, നന്നാകില്ല. അതൊരു ശാപമാണ്. ദൈവത്തിന്റെ ആശീർവാദം നമ്മുടെ കൃഷിഫലങ്ങളിൽ ഉണ്ടാകും. ഹല്ലേലൂയ. കൃഷി ഇഷ്ടപ്പെടണം. കൃഷി ഉണ്ടെങ്കിലേ ആഹാരമുള്ളൂ. എന്നാൽ കൃഷിയിൽ ദൈവത്തിന്റെ ബ്ലെസ്സിംഗ് ഉണ്ടാകണമെങ്കിൽ ആ ദൈവവേദൽ ദൈവത്തെ അനുസരിക്കുന്നവനായിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അഗ്രികൾച്ചറിൽ ദൈവം അനുഗ്രഹിക്കുമെന്നൊരു ഒരു വാഗ്ദത്തം കർത്താവ് തരികയാണ്. അടുത്ത നാലാമത്തെ കാര്യം, 4-ാം വാക്യത്തിൽ 4-ാമത്തെ കാര്യം, എന്തിനെല്ലാം കർത്താവ് അനുഗ്രഹിക്കും? ഗർഭഫലത്തെ അനുഗ്രഹിക്കും, കൃഷിഫലത്തെ അനുഗ്രഹിക്കും, മൃഗങ്ങളുടെ ഫലത്തെ അനുഗ്രഹിക്കും, കന്നുകാലികളുടെ പേരിനെ അനുഗ്രഹിക്കും, ആടുകളുടെ പിറപ്പിനെ അനുഗ്രഹിക്കും. എനിക്ക് തോന്നുന്നു അപ്പാപ്പൻ ഇന്നാണെന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് പറഞ്ഞേ, വീണ്ടും ഒരു ആട് പ്രസവിച്ചു. അപ്പപ്പ ഉറങ്ങിയോ? അപ്പൊ ആടെന്നാ പ്രസവിച്ചേ? ആടെന്നാ പ്രസവിച്ചേ? ഇന്നാണോ? കഴിഞ്ഞ ഞായറാഴ്ച. ഓക്കെ, ഓക്കെ. ഞാൻ അവിടെ വിസിറ്റിങ്ങിന് പോകുമ്പോൾ ഞാൻ വീട്ടിലും പ്രാർത്ഥിക്കും, ആടുകൾക്കും പ്രാർത്ഥിക്കാൻ ഞാൻ പോകും. ഓക്കെ, വീട്ടിലും പ്രാർത്ഥിക്കും, ആടുകൾക്കും പ്രാർത്ഥിക്കും. ഓരോ ദിവസമുള്ള ആടുകളുടെ ബ്ലെസ്സിങ്ങും അപ്പാപ്പൻ എന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആട് ജന പിടിച്ചു, ആട് പ്രസവിച്ചു, ആ ബ്ലെസ്സിങ്സ് വർദ്ധിക്കുകയാണ്. നോക്കിക്കേ, ദൈവം ഈ ഏരിയാസിലെല്ലാം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്തിനേക്ക് അനുഗ്രഹിക്കും? ഗർഭഫലത്തെ അനുഗ്രഹിക്കും, കൃഷിഫലത്തെ അനുഗ്രഹിക്കും, മൃഗഫലത്തെ അനുഗ്രഹിക്കും, കന്നുകാലികളുടെ പേരിനെ അനുഗ്രഹിക്കും, ആടുകളുടെ പിറപ്പിനെ അനുഗ്രഹിക്കും. ഇത് വല്ലതും ഉണ്ടോ? ആദ്യത്തേത് മാത്രം കാണും, ഗർഭഫലം മാത്രം കാണും, ബാക്കിയുള്ളതൊന്നും ഇഷ്ടപ്പെടില്ല. കൃഷി ചെയ്യാൻ ഇഷ്ടം കാണില്ല,
മൃഗങ്ങളെ ഇഷ്ടം കാണില്ല, ഇഷ്ടം കാണും, പ്രയോജനമില്ലാത്ത മൃഗങ്ങളെ ഇഷ്ടം കാണും. പൂച്ചയെ പിടിച്ച് വീട്ടിൽ സോഫയുടെ പുറത്ത് വെച്ചേക്കും, പട്ടിയെ പിടിച്ച് അകത്ത് വെച്ചേക്കും. അല്ലാതെ ഈ പറയുന്നതൊന്നും ഇഷ്ടപ്പെടില്ല. കന്നുകാലികൾ, ആടുകൾ, ഇതെല്ലാം ഫ്രൂട്ട്സ് തരുന്നതാണ്, ആഹാരം തരുന്നതാണ്, ബ്ലെസ്സിങ്സ് ഉള്ളതാണ്. അതിനെക്കുറിച്ചാണ് ദൈവം പറയുന്നത്, അതിനെ ഞാൻ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ള മൃഗങ്ങളെക്കുറിച്ച്, ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ള സസ്യങ്ങളെക്കുറിച്ച് വചനത്തിൽ പറയുന്നു. ഇത് ദൈവമക്കൾ ഫോക്കസ് ചെയ്യണം. അത് നിങ്ങളുടെ ബ്ലെസ്സിങ്ങിനുള്ളതാണ്, നിങ്ങളുടെ ആഹാരത്തിനുള്ളതാണ്, നിങ്ങളുടെ ഡെവലപ്മെന്റിനുള്ളതാണ്, നിങ്ങളുടെ ഗ്രോത്തിനുള്ളതാണ്. ഹല്ലേലൂയ. കൃഷി ചെയ്തിട്ട് ഞാൻ പട്ടിയെ വളർത്തി പൈസ ഉണ്ടാക്കിയെന്ന് പറയരുത്. പകരം ആടിനെ വിറ്റ് പൈസ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല. മാടിനെ വളർത്തി പൈസ ഉണ്ടാക്കി, കുഴപ്പമില്ല. കൃഷി ചെയ്ത് പൈസ ഉണ്ടാക്കി, കുഴപ്പമില്ല. അല്ലാതെ പട്ടിയെ വിറ്റ് പൈസ ഉണ്ടാക്കി എന്തിനാ? എന്താ അതിൻ്റെ യൂസേജ്? മാർക്കറ്റിൽ ഉപയോഗമില്ലാത്ത പല കാര്യങ്ങൾക്കും മണി ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. അത് അനീതിയുടെ പണമാണ്. എന്നാൽ പ്രയോജനമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മണി ട്രാൻസാക്ഷൻ ഉണ്ടാകണം. നിങ്ങളുടെ പണത്തിൻ്റെ വിനിമയം, നിങ്ങളുടെ മണി ട്രാൻസാക്ഷൻ ഏതിലായിരിക്കണം? പൈസ കിട്ടുന്ന എല്ലാത്തിലും പോയി കൈവെക്കരുത്. അത് നാശത്തെ കൊണ്ടുവരും. ഫലം തരുന്ന കാര്യങ്ങൾക്ക്, പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾക്ക്, മനുഷ്യന് പ്രയോജനമുള്ള കാര്യത്തിന്, അവൻ്റെ ജീവിതത്തിന് ആവശ്യമുള്ളത്, അവൻ്റെ ആഹാരത്തിന് ആവശ്യമുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ഉണ്ടാവും. നമ്മുടെ ആളുകൾക്കൊരു സ്വഭാവമുണ്ട്. റബ്ബറിന് വില കുറയുമ്പോൾ റബ്ബറെല്ലാം വെട്ടിക്കളയും. അപ്പോൾ തേങ്ങയ്ക്ക് വില കൂടും, എല്ലാം തെങ്ങ് വെക്കും. ഈ സമയം കൊണ്ട് ഈ തെങ്ങെല്ലാം വളർന്ന് കാച്ചു തുടങ്ങുമ്പോൾ തേങ്ങയ്ക്ക് വില കുറയും. ആ സമയത്ത് റബ്ബറിന് വില കൂടും. പിന്നെ തെങ്ങെല്ലാം വെട്ടും, പിന്നെ റബ്ബർ വയ്ക്കും. ഞാൻ ഈ കണ്ടുവരുന്ന കാഴ്ചയാണ്, ഈ നാട്ടിൽ കണ്ടുവരുന്ന കാഴ്ചയാണ്. ഓക്കെ, തേങ്ങയ്ക്ക് വില കൂടുമ്പോൾ റബ്ബറെല്ലാം വെട്ടി തെങ്ങ് വെക്കും, റബ്ബറിന് വില കൂടുമ്പോൾ തെങ്ങെല്ലാം വെട്ടി റബ്ബർ വെക്കും. എന്നാൽ എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണം. ഓക്കെ, റബ്ബറിൽ ഗവൺമെന്റിന്റെ പോളിസീസ് വരാനുണ്ട്. റിയലി കാണുന്ന സ്ഥലത്തെല്ലാം റബ്ബർ വെക്കാൻ പെർമിഷൻ റിയലി കൊടുക്കാൻ പാടില്ല. എൻ്റെ കയ്യിലാണ് ഗവൺമെന്റ് എങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. ഞാൻ എല്ലാ സ്ഥലത്തും റബ്ബർ വെക്കാൻ അനുവദിക്കില്ല. അതിന് കൃഷിക്ക് ഉപയോഗമില്ലാത്ത സ്ഥലങ്ങളുണ്ട്, അവിടെ ഹൈ റേഞ്ച് ഏരിയാസിൽ അവിടെ റബ്ബർ വയ്ക്കാം, നോ പ്രോബ്ലം. അത് പലതരത്തിലുള്ള ഇൻഡസ്ട്രിക്ക് ആ റബ്ബർ പ്രൊഡക്ട്സ് ആവശ്യമുണ്ട്. പക്ഷേ മനുഷ്യന് ആഹാരം പുറപ്പെടുവിക്കുവാൻ, ഉൽപ്പാദിപ്പിക്കുവാൻ ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ മനുഷ്യൻ അത് ചെയ്യണം. കൃഷിക്ക് ഉപയോഗമുള്ള മണ്ണാണോ നിങ്ങളുടെ നാട്ടിലുള്ളത്, അവിടെ കൃഷി തന്നെ ചെയ്യണം. ആഹാരം ഉൽപ്പാദിപ്പിക്കുന്ന മണ്ണാണോ ഉള്ളത്, അവിടെ അത് തന്നെ ഉൽപ്പാദിപ്പിക്കണം. മാർക്കറ്റിൽ വിലയില്ലെങ്കിൽ നാട്ടിലുള്ളവർക്ക് വേണ്ടി ചെയ്യേണ്ട, സ്വന്തം വീട്ടിന് വേണ്ടിയെങ്കിലും കൃഷി ചെയ്യണം. ഇത് ദൈവത്തിൻ്റെ ആശീർവാദമുള്ളൊരു കാര്യമാണ്. ഇനി നിങ്ങൾ പറയും, എൻ്റെ വീട്ടിൽ ഒരു സ്ഥലവുമില്ല, ഒരു തെങ്ങ് നടാനുള്ള സ്ഥലം പോലുമില്ല. കുഴപ്പമില്ല, വേറെ സ്ഥലം വാങ്ങി നടാം. വിശ്വാസമുണ്ടോ? അരിക്ക് വാങ്ങാൻ പോലും പൈസ ഇല്ല, പിന്നെ സ്ഥലം വാങ്ങി തെങ്ങ് നടാൻ പോകുന്നു അല്ലേ? ഈ അവസ്ഥയ്ക്കെല്ലാം കർത്താവ് മാറ്റം വരുത്തും. ദൈവജനം നീതിയുടെ ജീവിത ശൈലി, നീതിയുടെ ലൈഫ് സ്റ്റൈൽ ദൈവജനത്തിനുണ്ടാകുമ്പോൾ ആ ഏരിയാസിൽ ഒരു ബ്ലെസ്സിങ് ഉണ്ടാകും. ഭൂമിയുടെ അന്തരീക്ഷത്തിനും ഒരു മാറ്റമുണ്ടാകും. വചനം പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഒരു ദിശാബോധമില്ലാതെ, സ്ഥിരബോധമില്ലാതെ കാണുന്നതെല്ലാം ചെയ്യരുത്. പകരം ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഒരു ദൈവവചനത്തിൻ്റെ ലൈറ്റ് വേണം, ദൈവവചനത്തിൻ്റെ വെളിച്ചം വേണം. ഹല്ലേലൂയ. കൃഷി ചെയ്യുമ്പോഴും വചനത്തിൻ്റെ ലൈറ്റ് അതിൽ കിട്ടുന്നുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വചനത്തിൻ്റെ വെളിച്ചം കർത്താവ് തരുന്നുണ്ട്. വചനത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിലും ബ്ലെസ്സിങ് ഉണ്ടാകും, അനുഗ്രഹം ഉണ്ടാകും. ഗർഭഫലത്തെ അനുഗ്രഹിക്കും, കൃഷിഫലത്തെ അനുഗ്രഹിക്കും, മൃഗങ്ങളുടെ ഫലത്തെ അനുഗ്രഹിക്കും, കന്നുകാലികളുടെ പേരിനെ അനുഗ്രഹിക്കും, ആടുകളുടെ പിറപ്പിനെ അനുഗ്രഹിക്കും. എത്ര പേർ ഈ ബ്ലെസ്സിങ്ങിനെ എടുക്കും? ഹല്ലേലൂയ. ഈ നിങ്ങൾക്കുള്ള ഫെസിലിറ്റി അനുസരിച്ച് എന്തൊക്കെ പ്രൊഡക്ഷൻ നടത്താമോ അതൊക്കെ പ്രൊഡക്ഷൻ നടത്തിക്കേ. വീട്ടിൽ ധാരാളം സ്ഥലമുണ്ട്, വലിയൊരു കോഴിയുടെ ഫാം തുടങ്ങാം, വലിയൊരു ആടിൻ്റെ ഫാം തുടങ്ങാം, വലിയൊരു പോത്തിൻ്റെ ഫാം തുടങ്ങാം. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് ബ്ലെസ്സിങ് ഉണ്ടാക്കുക. ദൈവം ബ്ലെസ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആദ്യം വചനം അനുസരിച്ചിട്ട് ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തിട്ട് വേണം അത് ചെയ്യാനായിട്ട്. 5-6 പോത്തും വാങ്ങി വിട്ടിട്ട് എനിക്കൊന്ന് ആരാധിക്ക് വരാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ പോത്തെല്ലാം ചത്തുപോകും. അതുകൊണ്ട് ആരാധന മുടക്കാതെ ഇതെല്ലാം ചെയ്യണം. അപ്പോൾ അതിൽ ബ്ലെസ്സിങ് ഉണ്ടാകും. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ധാരാളം കൃഷികൾ ചെയ്യുന്ന, ധാരാളം പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന മുതലാളിമാരെ ഞാൻ ആത്മാവിൽ നിങ്ങളുടെ ഇടയിൽ കാണുകയാണ്. ഹല്ലേലൂയ. മുതലാളിമാർ എഴുന്നേക്കില്ലേ?
മുതലാളിമാർ എഴുന്നേക്കോ, തൊഴിലാളികൾ എഴുന്നേക്കോ? ഇന്ന് നിങ്ങൾ തൊഴിലാളികളായിരിക്കാം, എന്നാൽ കർത്താവ് നിങ്ങളെ മുതലാളിമാരാക്കുവാൻ ആഗ്രഹിക്കുന്നു. മടിയന്മാരെ കർത്താവിനൊന്നും ചെയ്യാൻ പറ്റില്ല. കർത്താവ് ഹെൽപ്ലെസ് ആണ്. കർത്താവിൻ്റെ ബ്ലെസ്സിങ് അവൻ്റെ മേൽ കൊടുത്താലും അവനത് വാങ്ങില്ല. മടിയന്മാരെ ദൈവം അനുഗ്രഹിക്കില്ല. നിങ്ങളുടെ അധ്വാന ഫലത്തിൽ ഒരു റിസൾട്ട് ഉണ്ടാകണം, നിങ്ങൾക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടാകണം, നിങ്ങൾ വർദ്ധിച്ചു പെരുകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അഞ്ചാമത്തെ കാര്യം 28:5. നിന്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, നിന്റെ സ്റ്റോർ ഹൗസ്, നിന്റെ കുട്ടയിൽ എന്തുണ്ടാകും? ഗോതമ്പുണ്ടാകും. നിന്റെ കുട്ടയിൽ എന്തുണ്ടാകും? അരിയുണ്ടാകും. നിന്റെ കുട്ടയിൽ എന്തുണ്ടാകും? പയറുണ്ടാകും. ഒഴിഞ്ഞിരിക്കില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ നമ്മുടെ ഭാഷയിൽ പറയാം, നിങ്ങൾ എന്താ പറയുന്നത്? ബോക്സ് ആണോ, പോണിയാണോ, എന്താ പറയുന്നത്? സ്റ്റോർ ചെയ്ത് വെക്കുന്ന സാധനങ്ങളുടെ പേരെന്താ? ബോട്ടിലാണോ, എന്തെങ്കിലും ഒക്കെ. നിങ്ങളുടെ ആഹാര സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന സാധനങ്ങൾ, ആ സാധനങ്ങൾ ഒഴിഞ്ഞിരിക്കില്ല, അത് നിറഞ്ഞിരിക്കും. പക്ഷെ പൂത്തെടുത്ത് കളയരുത്, എല്ലാം ഉപയോഗിച്ചങ്ങ് തീർക്കണം. ഓക്കെ, എല്ലാത്തിലും ഒരു നിറവ് തരാമെന്നാണ് കർത്താവിന്റെ വാഗ്ദത്തം. ഹല്ലേലൂയ. നിന്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. നിന്റെ സ്റ്റോർ നിറഞ്ഞിരിക്കും. നിന്റെ അടുക്കളയിൽ ആശീർവാദം ഉണ്ടാകും. നല്ല ആഹാരം നിന്റെ വീട്ടിൽ ഉണ്ടാകും. നല്ല ബ്ലെസ്സിംഗ് ഉള്ള ഫുഡ് നിന്റെ വീട്ടിലുണ്ടാകും. അതിൽ ദൈവത്തിന്റെ ആശീർവാദത്തെ തരാമെന്ന് കർത്താവ് തരുന്നു. ദൈവവചനത്തെ അനുസരിച്ചാൽ, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ, എല്ലാറ്റിനേക്കാളും കർത്താവിനെ സ്നേഹിച്ചാൽ, ദൈവത്തിന്റെ ബ്ലെസ്സിങ്സ് ഈ ഏരിയയിലെല്ലാം വരും. ഹല്ലേലൂയ. ചിലർ പറയും, നല്ല ആഹാരം ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് സന്തോഷത്തോടെ കഴിക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്തെങ്കിലും അലച്ചിലോ ഉലച്ചിലോ വന്ന്, അസമാധാനം വന്ന് ഒരു തകരാറുണ്ടാവുന്ന സിറ്റുവേഷൻ ചില വീട്ടിലുണ്ടാകുന്നു. അത് ശാപമാണ്. നിങ്ങളുടെ വീട്ടിൽ ഓരോ ദിവസവും സ്വസ്ഥതയോടെ സമാധാനത്തോടെ ആഹാരം കഴിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ, സ്തുതിയോടെ സ്തോത്രത്തോടെ ആഹാരം കഴിക്കുവാൻ കഴിയുന്നുവെങ്കിൽ മനസ്സിലാക്കുക, ദൈവത്തിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ അടുക്കളയിലുണ്ട്. ദൈവത്തിന്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ ഡൈനിങ് റൂമിലുണ്ട്. ദൈവത്തിന്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ ബെഡ്റൂമിലുണ്ട്. ദൈവത്തിന്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ ഹാളിലുണ്ട്. ദൈവത്തിന്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ വർക്ക് ഏരിയയിലുണ്ട്. ദൈവത്തിന്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ ഫീൽഡിലുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ബ്ലെസ്സിങ് കൊണ്ടുവരാം. അനുസരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ ബ്ലെസ്സിങ് കൊണ്ടുവരും. മടിയന്മാർക്ക് ദൈവത്തിന്റെ ബ്ലെസ്സിങ് കിട്ടില്ല, അതവർ നഷ്ടമാക്കും. അനുസരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ ദൈവം ബ്ലെസ് ചെയ്യും, നിറയ്ക്കും. സാത്താൻ പ്രാർത്ഥിച്ച 3 കാര്യങ്ങൾ: കോട്ട പൊളിക്കണം, ബ്ലെസ്സിങ് മാറ്റണം, അവൻ വർദ്ധിപ്പിക്കുന്നത് നിർത്തണം. ഇതാണ് സാത്താൻ നിനക്കെതിരെ പ്രവർത്തിക്കുന്നത്. എന്നാൽ കർത്താവ് നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു. എന്ത് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു? മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 11, 12, 13 വാക്യങ്ങളിൽ കർത്താവ് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച 3 കാര്യങ്ങൾ: ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ, കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. 13-ാം വാക്യത്തിൽ ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഇയ്യോബിന് ഈ പ്രാർത്ഥന അറിയില്ലായിരുന്നു. ഇയ്യോബ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ സാത്താൻ പോയി, കർത്താവേ അവന്റെ വേലി പൊളിക്കണം, അവന്റെ അനുഗ്രഹത്തെ നിർത്തണം, അവനെ വർദ്ധിപ്പിക്കാൻ നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം അനുവദിക്കില്ലായിരുന്നു. ഇതുപോലെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. ഈ പ്രാർത്ഥനയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, എന്നെ വേലി കെട്ടി കാത്തുകൊള്ളണം, എനിക്ക് നല്ല ആഹാരം തരണം, എന്നോട് നീ ക്ഷമിക്കണം, എന്നെ ദുഷ്ടൻ തൊടാതവണ്ണം, പരീക്ഷയിൽ അകപ്പെടാതവണ്ണം എന്നെ കാത്തുകൊള്ളണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്ത് ദൈവത്തെ ആരാധിച്ച് വചനം അനുസരിച്ച് മുന്നോട്ട് പോയി നോക്ക്. ദൈവത്തിന്റെ ആശീർവാദം നിന്റെ എല്ലാ ഏരിയസിലും ഉണ്ടാകും. ഹല്ലേലൂയ. ഇനി അതിൻ്റെ 6-ാമത്തെ കാര്യം 28:6 ആവർത്തന പുസ്തകം 28:6 അവിടെ പറയുന്നു, നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, നീ പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. എപ്പോഴൊക്കെ അനുഗ്രഹിക്കപ്പെടും? അകത്ത് വരുമ്പോൾ. ചിലരെ കുറിച്ച് പറയും, അവൻ വന്നാലേ സ്വസ്ഥത നഷ്ടപ്പെടും, അവൻ വന്നാലേ സമാധാനം നഷ്ടപ്പെടും. ചില കുട്ടികളെ കുറിച്ച് മാതാപിതാക്കൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്രയും വേഗം സ്കൂൾ തുറന്നെങ്കിൽ കൊള്ളായിരുന്നു, ഇവനെ ശല്യം സഹിക്കാനേ വയ്യ എന്ന് പറയുകയാണ്. അല്ലേ സിസ്റ്റർ? ഓക്കെ. അപ്പോൾ ഈ അവസ്ഥ ഉണ്ടാകരുത്. പകരം നമ്മുടെ സാന്നിധ്യം ഒരു ബ്ലെസ്സിങ് ആയിരിക്കണം. വചനം പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അടുത്തൊരു കേട്ട് പറഞ്ഞ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. മറുവാക്യം കൂടെ ഞാൻ ചേർത്ത് വായിച്ച് പറഞ്ഞുതരാം.
സമാധാനം നഷ്ടപ്പെടുത്തുന്നവർ ശപിക്കപ്പെട്ടവർ. ശരി, നോക്കിയേ, സമാധാനം ഉണ്ടാക്കോ സമാധാനം നഷ്ടപ്പെടുത്തോ? നാക്ക് മാത്രം കൺട്രോൾ ചെയ്താൽ മതി, സമാധാനം ഉണ്ടാവും. ചിലരുടെ നാക്കാണ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ നാക്കിനെ കട്ട് ചെയ്താലും കുഴപ്പമില്ലാന്ന് ചിലപ്പോൾ എനിക്ക് തോന്നും, ചിലരുടെ നാക്കിൻ്റെ ആക്ടിവിറ്റീസ് കാണുമ്പോൾ. അപ്പോൾ നാക്കിനെ കൺട്രോൾ ചെയ്യുക, ബ്ലെസ്സിങ് ഉണ്ടാകും. ചിലർ ബ്ലെസ്സിങ്ങിനെ നഷ്ടപ്പെടുന്നത് നാക്കിനെ താറുമാറായി ഉപയോഗിച്ചിട്ടാണ്. എന്തും സംസാരിക്കുവാൻ അവർക്കൊരു ശങ്കയുമില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പൊളിക്കുവാൻ പോലും അവർക്ക് ശങ്കയില്ല. ആ രീതിയിൽ ശാപത്തെ കൊണ്ടുവരുന്നവരുണ്ട്. നാക്കിനെ സൂക്ഷിച്ചുപയോഗിക്കണം, ദൈവഭക്തിയോട് ഉപയോഗിക്കണം. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഹല്ലേലൂയ. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. ഒരു പേർ അകത്ത് വന്നു, അനുഗ്രഹിക്കപ്പെടട്ടെ. പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. ആരാധന ഇടയ്ക്കല്ല, ആരാധന കഴിഞ്ഞതിന് ശേഷം പുറത്തു പോകുമ്പോൾ. ആരാധനയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകുന്നില്ലേ? അനുഗ്രഹിക്കപ്പെടാനാണോ പോകുന്നത്? അനുഗ്രഹിക്കപ്പെടില്ല. ചില കുട്ടികൾക്ക് എത്ര പ്രാവശ്യം പുറത്തു പോകുന്നു എന്നുള്ളത് ഞാൻ കൗണ്ട് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ 3-4 പ്രാവശ്യം പോവുകയാണ്. അതെന്തോ ഒരു അസുഖമാണ്. അവരെ കൃത്യമായിട്ടുള്ള ഡോക്ടർമാരെ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ഓക്കെ, എത്രയോ പേർ ഈ 3 മണിക്കൂർ ഒരു കുഴപ്പമില്ലാതെ അകത്തിരിപ്പുണ്ട്. പക്ഷെ ചിലർക്കത് പറ്റുന്നില്ല. ബുദ്ധിമുട്ടുള്ളവർ പൊക്കോളൂ, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ 5 പ്രാവശ്യമോ 10 പ്രാവശ്യം ആണെങ്കിലും പൊക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ അകത്തിരിക്കേണ്ട, ഒന്ന് പുറത്തിരുന്നോണ്ടാൽ മതി. ഈ ബുദ്ധിമുട്ടുള്ളവരാണോ പുറത്തിരിക്കുന്നത് എനിക്കറിയില്ല. പുറത്തിരിക്കുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുവാനല്ല, ശ്രദ്ധയോടുകൂടെ സ്തോത്രത്തോടെ സ്തുതിയോടെ വചനം കേട്ട് ദൈവത്തെ സ്തുതിക്കണം. അകത്തിരുന്നാലും പുറത്തിരുന്നാലും സ്തുതിയോടെ സ്തോത്രത്തോടെ ദൈവഭയത്തോടെ ഇരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. ഈ വചനം ശ്രദ്ധിച്ചേ. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. സ്തുതിയോടുകൂടെ പോകുന്ന ദൈവ പൈതൽ, ആരാധനയോടെ പോകുന്ന ദൈവ പൈതൽ, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തു പോകുന്ന ദൈവ പൈതൽ, അവൻ അകത്തു പോയാലും അനുഗ്രഹം, പുറത്തു വന്നാലും അനുഗ്രഹം. അവൻ കാലുവെക്കുന്ന സ്ഥലത്തെല്ലാം ബ്ലെസ്സിങ്, ബ്ലെസ്സിങ്, ബ്ലെസ്സിങ്. ഹല്ലേലൂയ. ഓക്കെ, ഒരു ദൈവത്തിൻ്റെ പൈതൽ അങ്ങനെ ആയിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഒരു ദൈവപുത്രൻ അങ്ങനെ ആയിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു ട്യൂണിങ്ങിനെ കർത്താവ് ചെയ്യുകയാണ്. പാരമ്പര്യത്തിൻ്റെ ശാപം നിന്നെ പിന്തുടരുകയില്ല, അടിമനുഖം നിന്നെ പിന്തുടരുകയില്ല. നിന്റെ മേൽ ദൈവത്തിൻ്റെ ഒരു ആശീർവാദം തങ്ങും, നിന്റെ മേൽ ദൈവത്തിൻ്റെ ഒരു ആശീർവാദം വസിക്കും. ആമേൻ. ഹല്ലേലൂയ. അവസ്ഥകൾക്ക് കർത്താവ് ഒരു മാറ്റത്തെ തരും. 28:7 പറയുന്നു, 7-ാമത്തെ കാര്യം 28:7 പറയുന്നു, നിന്റെ ശത്രുക്കൾ നിന്റെ മുന്നിൽ തോറ്റുപോകും. നിന്നെ നശിപ്പിക്കുവാൻ വരുന്ന ആളുകൾ, നിന്നെ തകർക്കുവാൻ വരുന്ന ആളുകൾ, നിന്നോട് കയ്പോടുകൂടി ഇരിക്കുന്നവർ, നിന്നോട് വെറുപ്പോടുകൂടി ഇരിക്കുന്നവർ, അവർ തോറ്റുപോകും, അവർ തോറ്റുപോകും. അബ്രഹാമിനെ നോക്കി കർത്താവ് പറഞ്ഞു, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ദൈവവേദനെ നിന്നെ നോക്കി കർത്താവ് പറയുകയാണ്. കർത്താവിന് ആരാധിക്കുന്ന, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്ന ദൈവവേദനെ നിന്നെ നോക്കി കർത്താവ് പറയുകയാണ്, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നെ വെറുക്കുന്നവരെ ഞാൻ വെറുക്കും, നിനക്കിടർച്ച ഉണ്ടാക്കുന്നവനെ ഞാൻ കൈകാര്യം ചെയ്യും. ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിന് വിലയേറപ്പെട്ടവരാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ 8-ാമത്തെ കാര്യം, കളപ്പുരയിൽ ബ്ലെസ്സിങ്സ് ഉണ്ടാകും. കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. കളപ്പുരയിൽ, സ്റ്റോർ ഹൗസിൽ നിനക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. നിനക്ക് തേങ്ങയ്ക്ക് കുറവുണ്ടാവുകയില്ല, എണ്ണയ്ക്ക് കുറവുണ്ടാകുകയില്ല, ആഹാരത്തിലുള്ള ഏതൊരു ഐറ്റത്തിനും കുറവുണ്ടാകുകയില്ല. കളപ്പുരയെ ദൈവം അനുഗ്രഹിക്കും, സ്റ്റോർ ഹൗസിനെ ദൈവം അനുഗ്രഹിക്കും. അടുത്തൊരു കേട് പറഞ്ഞ, നിങ്ങളുടെ കളപ്പുരയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കളപ്പുര നിറഞ്ഞു കവിയട്ടെ. അസൂയയില്ലാതെ തന്നെയാണോ പറഞ്ഞേ? കൈ പിടിക്കാതിരിക്കുന്നവരെ സൂക്ഷിച്ചോളൂ, അസൂയ കൊണ്ടാണ് കൈ പോലും പിടിക്കാതെ. ശരി, ഓക്കെ. ഒന്നുകൂടെ പറഞ്ഞേ, നിങ്ങളുടെ കളപ്പുരയെ കർത്താവ് അനുഗ്രഹിക്കും. നിങ്ങളുടെ കളപ്പുരകൾ നിറഞ്ഞു കവിയും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതേ ദാരിദ്ര്യം വേണോ? വേണമെങ്കിൽ പറഞ്ഞേ. കഷ്ടം വേണോ? വേണ്ടല്ലോ. നിറഞ്ഞു കവിയട്ടെ. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ എടുത്ത് വെളിയിൽ കളയരുത്. നിറഞ്ഞു കളയുമ്പോൾ എടുത്ത് വെളിയിൽ കളയരുത്. ആവശ്യത്തിനുള്ള സാധനം മാത്രം വാങ്ങി വയ്ക്കണം. ഷോപ്പിങ്ങിന് പോയി വാരി വലിച്ചു വാങ്ങി പൈസ വേസ്റ്റാക്കി എല്ലാം എടുത്ത് അടുക്കളയിൽ കൂടെ പുറത്ത് കളയുന്ന പരിപാടി ചെയ്യരുത്. പകരം ആവശ്യത്തിനുള്ള സാധനം വാങ്ങണം, എല്ലാം വാങ്ങണം. വാങ്ങുന്ന സാധനം എല്ലാം ഉപയോഗിക്കണം. ക്ലിയർ? അടുത്ത പറഞ്ഞേ, സാധനം വാങ്ങി വേസ്റ്റ് ആക്കരുത്,
സാധനം വാങ്ങി ഉപയോഗിക്കണം. ചിലർക്കൊരു പരിപാടിയുണ്ട്, വാരി വലിച്ച് വാങ്ങലായിരിക്കും, അടുക്കളയുടെ ബാക്കിലൂടെ കളയലായിരിക്കും. കാരണം എന്താ, വാങ്ങി വെച്ചതെല്ലാം പൂത്ത് കേടുപിടിച്ചിരിക്കുകയാണ്, ഒന്നും ഉപയോഗിച്ചിട്ടില്ല, അടുത്ത് കളയുകയാണ്. ഈ പരിപാടി ചെയ്യരുത്. ഇങ്ങനെയുള്ളവർ അനുഗ്രഹിച്ചിട്ടും കാര്യമില്ല. ഇങ്ങനെയുള്ളവരുടെ മേൽ അനുഗ്രഹം വരേണ്ടതേയില്ല. കിട്ടുന്ന കാര്യങ്ങളെ വിവേകത്തോടെ ഉപയോഗിക്കുന്നവരുടെ മേൽ അനുഗ്രഹം വരും. നിങ്ങൾ അതിനെ ദുരുപയോഗം ചെയ്താൽ അനുഗ്രഹം നിൽക്കും. ദൈവത്തിന്റെ അനുഗ്രഹം ഒന്നും നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവം തരുന്ന എല്ലാ നന്മകളെയും നഷ്ടമാക്കാതെ അതിനെ ഉപയോഗിക്കണം. ഹല്ലേലൂയ. ഓക്കെ, അടുത്ത് വീണ്ടും 28-ാം വാക്യത്തിൽ, അതിന്റെ അവസാന വാക്യത്തിൽ പറയുന്നു, 8-ാം വാക്യത്തിൽ, ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. എന്താ, എവിടെ അനുഗ്രഹിക്കും? ദേശത്ത് നീ ശപിക്കപ്പെടോ അനുഗ്രഹിക്കപ്പെടോ? നിന്റെ ദേശം ശപിക്കപ്പെട്ട ദേശമായാലും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവൈതലായി നീ ഇരിക്കുമെങ്കിൽ, സ്തുതിക്കുന്ന ഒരു ദൈവവൈതലായി നീ ഇരിക്കുമെങ്കിൽ, നിന്റെ ദേശത്ത് നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ദേശം എങ്ങനെയുള്ളതെന്നുള്ളത് പ്രശ്നമല്ല. ഒരു ശാപം ഒരു ദേശത്തിന്റെ മേലുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു പ്രവാചകന്റെ അടുക്കൽ പ്രവാചക ശിഷ്യന്മാർ വിളിച്ചു പറഞ്ഞു, ഈ ദേശം അതിന്റെ ഇരിപ്പ് മനോഹരമാണ്, പക്ഷേ വെള്ളം അത് ഗർഭനാശകമാണ്. പ്രവാചകൻ പോയി ആ വെള്ളത്തെ പഥ്യമാക്കി എന്ന് ഡിക്ലെയർ ചെയ്തു. ഉടനെ ആ ശാപം മാറിപ്പോയി. ദൈവത്തിന്റെ അഭിഷിക്തർ ഒരു ദേശത്തിൽ വരുമ്പോൾ അവർ ദൈവത്തിന്റെ ദൂതന്മാരാണ്. അവർ കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോൾ ആ ദേശത്തിൽ, ആ ഭവനത്തിൽ ബ്ലെസ്സിംഗ് ഉണ്ടാകും. ദൈവത്തിന്റെ അഭിഷിക്തരുടെ പാദം നിങ്ങളുടെ ഭവനത്തിൽ പതിയുമ്പോൾ ആ പാദം നിങ്ങളുടെ ഭവനത്തിൽ ശാപത്തെ മാറ്റും, അനുഗ്രഹത്തെ കൊണ്ടുവരും. ദേശത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ വീട്ടിൽ വിസിറ്റിങ്ങിന് വരുമ്പോൾ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥനയോടെ ഒരുങ്ങിയിരിക്കണം. ഇന്നെൻ്റെ വീട്ടിലൊരു ബ്ലെസ്സിങ് ഉണ്ടാകട്ടെ, ഇന്നെൻ്റെ വീട്ടിലൊരു ആശീർവാദം ഉണ്ടാകട്ടെ, എൻ്റെ ശാപങ്ങൾ മാറിപ്പോകട്ടെ, പൈശാചികമായ അടിമനുഖങ്ങളെല്ലാം മാറിപ്പോകട്ടെ, ഇടർച്ചകൾ മാറിപ്പോകട്ടെ, മന്ത്രവാദ ശക്തികൾ തകർന്നു പോകട്ടെ, എല്ലാ ഞെരുക്കങ്ങളും മാറിപ്പോകട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി വിശുദ്ധീകരിച്ചിരുന്നാൽ ദൈവം വലിയ കാര്യങ്ങളെ നിങ്ങളുടെ ഭൂമിയിൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം. ഓഹോ, തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ. ദൈവം വീടിനെ അനുഗ്രഹിച്ചു വെച്ചേക്കുമ്പോൾ സ്തോത്രത്തോടെ, സ്തുതിയോടുകൂടി ആ നന്മകളെ അനുഭവിക്കണം. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ആഹാരം ഇല്ലാതിരിക്കുന്നു, ആഹാരം വാങ്ങുവാൻ പൈസയില്ല, ആഹാരത്തിന് ഞെരുക്കമാണ്. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അപ്പോഴും നിങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുമോ, മുറുമുറുക്കുമോ? ഞാനിതെല്ലാം ചോദിക്കുന്നത് നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള നെഗറ്റീവ് സിറ്റുവേഷനിലും ദൈവമക്കൾ മുറുമുറുക്കുവാനോ പിറുപിറുക്കുവാനോ പാടില്ല. ഇസ്രായേൽ മക്കളുടെ മുറുമുറുപ്പാണ് അവരുടെ 40 ദിവസം കൊണ്ട് സ്വന്തമാക്കേണ്ടുന്ന നന്മ 40 വർഷത്തിലേക്ക് നീണ്ടുപോയത്. മുറുമുറുപ്പ് ദൈവമക്കൾക്ക് അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തും. സ്തുതി സ്തോത്രങ്ങൾ, നന്ദിയാഗങ്ങൾ അനുഗ്രഹത്തെ കൊണ്ടുവരും. മുറുമുറുപ്പ് നന്മകളെ നഷ്ടപ്പെടുത്തും. സ്തുതി സ്തോത്രങ്ങൾ, ആരാധനകൾ ആശീർവാദത്തെ കൊണ്ടുവരും, ശാപത്തെ മാറ്റും. ഹല്ലേലൂയ. ആഹാരമില്ലാതിരുന്നാലും മുറുമുറുപ്പില്ലാതെ സന്തോഷത്തോടെ ഇരിപ്പാൻ കഴിയണം. നല്ല ആഹാരമുണ്ട്, അപ്പോഴും ദൈവത്തെ മറക്കരുത്. ദാരിദ്ര്യമാണ്, അപ്പോഴും ദൈവത്തെ മറക്കരുത്. നല്ല ആഹാരമുണ്ട്, എല്ലാ നന്മകളുമുണ്ട്, അപ്പോഴും ദൈവത്തെ മറക്കരുത്. ഇല്ലായ്മകൾ വരുമ്പോഴും മുറുമുറുക്കരുത്, പിറുപിറുക്കരുത്, നിരാശപ്പെടരുത്, ദുഃഖിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഹാരമില്ലാതിരിക്കുമ്പോഴും നിങ്ങൾക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിനെതിരെ മുറുമുറുക്കാതെ പിറുപിറുക്കാതെ സ്നേഹത്തോടെ ഇരിക്കാൻ കഴിയുന്നുവെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ ഭക്തി വെളിപ്പെടുന്നത്, അവിടെയാണ് ഒരു ദൈവപുത്രൻ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ദാരിദ്ര്യത്തിന്റെ മധ്യത്തിലും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു ദൈവപുത്രൻ വെളിപ്പെട്ടു വരട്ടെ.
കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചിന്തിച്ചു ദൈവപുത്രൻ വെളിപ്പെടണം. വിശക്കുമ്പോഴും ദൈവപുത്രൻ വെളിപ്പെടണം. ചിലർക്ക് വിശപ്പ് വരുമ്പോൾ പിശാചാണ് വെളിപ്പെടുന്നത്. പിശാച് വെളിപ്പെടരുത്, ദൈവപുത്രൻ വെളിപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപുത്രൻ വെളിപ്പെട്ടു വരട്ടെ. ഏത് സിറ്റുവേഷനിലും ഒരു ദൈവപുത്രൻ വെളിപ്പെട്ടു വരട്ടെ. സംസാരത്തിൽ ഒരു ദൈവപുത്രൻ വെളിപ്പെടട്ടെ. പെരുമാറ്റത്തിൽ ഒരു ദൈവപുത്രൻ വെളിപ്പെടട്ടെ. മുഖഭാവത്തിൽ ഒരു ദൈവപുത്രൻ വെളിപ്പെടട്ടെ. ചിലർക്ക് നെഗറ്റീവ് സിറ്റുവേഷൻ വരുമ്പോൾ മുഖഭാവം എല്ലാം മാറും. വീർപ്പിച്ച്, കെട്ടി, ദുഃഖിച്ച്, വളരെ വിഷമവും വളരെ വേദനയും പ്രയാസവും എല്ലാം മുഖത്ത് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെയല്ല ദൈവമക്കൾ ഇരിക്കേണ്ടത്. ഏത് സിറ്റുവേഷനിലും എന്ത് കാലത്തിലും കൈയടിച്ച് പാടിച്ചേ. എന്ത കാലത്തിലും എന്ത നേരത്തിലും സത്യമായി പറയാം. ഓക്കെ, അടുത്തിരിക്കുന്നത് കൈയെടുത്ത് പറഞ്ഞേ. ആഹാരമില്ലെങ്കിലും ഞാൻ മുറുമുറുക്കില്ല. ദാരിദ്ര്യമായാലും ഞാൻ മുറുമുറുക്കില്ല. ഇല്ലായ്മയിലും ഞാൻ മുറുമുറുക്കില്ല. ലോൺ അടയ്ക്കാൻ പൈസ ഇല്ലെങ്കിലും ഞാൻ മുറുമുറുക്കില്ല. ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലെങ്കിലും ഞാൻ മുറുമുറുക്കില്ല. ഓക്കെ, ആർ യു റെഡി? ആ, നിങ്ങളോട് ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ ആയിരുന്നു. ഓക്കെ ആണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് സിറ്റുവേഷനിലും മുറുമുറുക്കരുത്. നന്ദിയുള്ള ഹൃദയം നമ്മൾ എപ്പോഴും വെളിപ്പെടണം. വെറുപ്പുള്ള ഹൃദയമല്ല, കയ്പുള്ള ഹൃദയമല്ല, നിരാശയുടെ ഹൃദയമല്ല. സ്തോത്രം പറയുന്ന ഹൃദയം, നന്ദി പറയുന്ന ഹൃദയം നമ്മിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേശത്തിൽ കർത്താവിനെ അനുഗ്രഹിപ്പാൻ ഇഷ്ടമുണ്ട്. ദേശത്തിൽ മാനിക്കുവാൻ ഇഷ്ടമുണ്ട്. ദേശത്തിൽ ഉയർത്തുവാൻ ഇഷ്ടമുണ്ട്. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ചിന്താഗതിയിൽ, മനോഭാവത്തിൽ ഒരു ദൈവപുത്രൻ വെളിപ്പെട്ട് വരുമ്പോഴാണ് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ്, ദൈവത്തിൻ്റെ ആശീർവാദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒഴുകി വരിക. ദേശം എങ്ങനെയുള്ളതായാലും പ്രശ്നമില്ല. ദേശത്തിൽ നിന്ന് അനുഗ്രഹിക്കുവാൻ കർത്താവിന് ഇഷ്ടമുണ്ട്. ദേശത്തിൽ നിന്ന് മാനിക്കുവാൻ കർത്താവിന് ഇഷ്ടമുണ്ട്. ദേശത്തിൽ തണ്ടന്മേൽ കത്തിച്ച ഒരു വിളക്ക് പോലെ നിന്നെ പ്രകാശിപ്പിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്. ഹല്ലേലൂയ. നിന്റെ ദേശം ശപിക്കപ്പെട്ട ദേശമായിരുന്നാലും ആ ദേശത്തിൽ ഒരു ആശീർവാദത്തെ തരുവാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്. നിന്റെ ദേശത്തിന്റെ അന്തരീക്ഷത്തെ മാറ്റുവാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്. നിന്റെ ദേശത്തിന്റെ കാലാവസ്ഥയെ മാറ്റുവാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്. ഹല്ലേലൂയ. ഒരു ദൈവവൈതൽ ഒരു ദേശത്തുണ്ടെങ്കിൽ, ഒരു നന്ദിയുള്ള ഒരു ദൈവവൈതലുണ്ടെങ്കിൽ, ഒരു സ്തുതിക്കുന്ന ഒരു ദൈവവൈതലുണ്ടെങ്കിൽ ആ ദേശത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവർത്തനം ഉണ്ടാകും. ആ ദേശത്തിന്റെ മേൽ ദൈവദൂതന്മാരുടെ പ്രവർത്തനം ഉണ്ടാകും. ആ ദേശത്തിന്റെ മേൽ കർത്താവിന്റെ കരം ചലിക്കും. ആ ദേശത്തിൽ നിന്നും ശാപം മാറിപ്പോകും. ആ ഒരു ദൈവവൈതൽ നിമിത്തം വലിയ മാറ്റങ്ങൾ ദേശത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. വിശ്വസിപ്പിൻ, വിശ്വസിച്ച് വചനം ഏറ്റെടുക്കുവേൻ. അപ്പോൾ വീട്ടിലൊരു ദിവസം ആഹാരമില്ലെങ്കിലും മുറുമുറുക്കരുത്, പിറുപിറുക്കരുത്, ദേഷ്യപ്പെടരുത്, നിരാശപ്പെടരുത്. ഓക്കെ, വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയരുത്. ആഹാരമില്ലെങ്കിലും അന്നും സുഖമായി സ്തോത്രം പറഞ്ഞ് നന്ദി പറഞ്ഞ് കിടന്നുറങ്ങുവാനുള്ള നല്ല മനസ്സുണ്ടാകണം. അല്ലാതെ ആഹാരമില്ല എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി ഞാൻ തൂങ്ങിച്ചാവുമെന്ന് തീരുമാനിക്കരുത്. എനിക്ക് കഴിക്കാൻ ആഹാരം പോലുമില്ല, ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത് എന്ന് കരഞ്ഞു വിളിക്കുന്നത് ദൈവവൈതലല്ല. എന്ന് കരഞ്ഞു വിളിക്കുന്നത് ദൈവപുത്രനുമല്ല. അത് സാത്താന്റെ സന്തതിയാണ്. സാത്താന്റെ സന്തതികൾ അവരെന്ത് ചെയ്യും? അവർ ഒരില്ലായ്മ വരുമ്പോൾ, ഞെരുക്കം വരുമ്പോൾ, അവർക്ക് ദൈവത്തിൽ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവരുടെ ഒറ്റ ലക്ഷ്യം ഇനി ജീവിതത്തെ അവസാനിപ്പിച്ച് കളയുക. അവരെ വിഴുങ്ങി വെച്ചിരിക്കുകയാണ് പിശാച്. അതുകൊണ്ട് അവരുടെ ചിന്ത അങ്ങനെ വരികയുള്ളൂ: തൂങ്ങിച്ചത്ത് കളയാം, ട്രെയിനിൽ ചാടി മരിച്ചു കളയാം, വിഷം കുടിച്ച് മരിച്ചു കളയാം, തീ കൊളുത്തി മരിച്ചു കളയാം. ഇത് പിശാചിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നവരുടെ ടെൻഡൻസിയാണ്. അങ്ങനെ ഒരു ടെൻഡൻസിയിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ മാനസാന്തരപ്പെടുക, കർത്താവിനോട് കണക്ഷൻ ഉണ്ടാക്കുക. നിന്റെ ആലയം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകട്ടെ. നിന്റെ ശരീരത്തെ നശിപ്പിക്കാനുള്ള അധികാരം ദൈവം നിനക്ക് തന്നിട്ടില്ല. ഹല്ലേലൂയ,
ദാരിദ്ര്യത്തിലും നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിപ്പാൻ, അപമാനത്തിന്റെ മധ്യത്തിലും നിന്ദയുടെ മധ്യത്തിലും ഞെരുക്കത്തിന്റെ മധ്യത്തിലും പരിഹാസത്തിന്റെ മധ്യത്തിലും ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുവാനുള്ള ഒരു ദൈവപുത്രൻ നിന്നിൽ നിന്ന് വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുന്ന ഒരു ഹൃദയം, താഴ്മയുള്ള ഒരു ഹൃദയം, നന്മ ചെയ്യുന്ന ഒരു ഹൃദയം നിന്നിൽ നിന്നും വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ചിലപ്പോൾ ഞാനും രാത്രി ചിലപ്പോൾ ആഹാരം കഴിക്കാൻ മറന്നുപോകും. ചിലപ്പോൾ വീട്ടിലുള്ളവരും ആഹാരം തരുവാനും മറന്നുപോകും. പക്ഷേ അടുത്ത ദിവസം ആരെങ്കിലും ഓർമ്മിപ്പിക്കുമ്പോഴായിരിക്കും ഞാനും ഓർമ്മിക്കുക, ഇന്നലെ ആഹാരം കഴിച്ചില്ല എന്ന്. അവിടെ മുറുമുറുപ്പുമില്ല, പിറുമുറുപ്പുമില്ല, എന്നെ കണ്ടുപഠിക്കണം. പൗലോസ് പറഞ്ഞതുപോലെ ഞാനും പറയുകയാണ്, എന്നെ അനുഗമിക്കുക. ഓക്കെ, എന്നെ കണ്ടു പഠിക്കുക. നോക്കി, മുറുമുറുപ്പില്ല, പിറുപിറുപ്പില്ല. അടുത്തിരിക്കും ഒന്നുകൂടെ പറഞ്ഞേ, മുറുമുറുപ്പ് വേണ്ട, പിറുപിറുപ്പ് വേണ്ട, നന്ദി വേണം, സ്തോത്രം വേണം. ഹല്ലേലൂയ. ഞാൻ എന്തുകൊണ്ട് ഇത് എടുത്തു പറയുന്നു പറഞ്ഞാൽ, ഈ മുറുമുറുക്കുന്ന, പിറുപിറുക്കുന്ന, നിരാശപ്പെടുന്ന, നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാക്കുന്ന ആ ചിന്താഗതി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയാൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ വലിയ ബ്ലെസ്സിങ്സ് ഉണ്ടാകും. ഹല്ലേലൂയ. നിങ്ങളുടെ അലങ്കോലമായി സംസാരിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ അനുഗ്രഹങ്ങളെ തട്ടിക്കളയുന്നു, നിങ്ങളുടെ സമാധാനത്തെ, സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുന്നു, നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷത്തെ താറുമാറാക്കുന്നു, തകരാറിലാക്കുന്നു. സ്തുതി ഉയരട്ടെ, സ്തോത്രം ഉയരട്ടെ, നന്ദി ഉയരട്ടെ, ആരാധന ഉയരട്ടെ. വെറുപ്പ് വേണ്ട, സ്തുതി സ്തോത്രം മാത്രം ഉയരട്ടെ. ഹല്ലേലൂയ. ഓക്കെ, 28-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങൾ എനിക്കൊരു വിശുദ്ധ ജനമായിരിക്കും. 28-ന്റെ 10 പറയുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പേടി, നിങ്ങളെക്കുറിച്ചുള്ള പേടി ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. ഭൂമിയിലുള്ള സകല ജാതികളും എന്ത് ചെയ്യും? കണ്ട് നിന്നെ. എന്താ, നിങ്ങൾ വാളും തോക്കും കൊണ്ടാണ് നടക്കാൻ പോകുന്നേ? അല്ലല്ലോ, ഇല്ല. അവർക്ക് മനസ്സിലാകും, നിങ്ങൾക്കെതിരെ സംസാരിച്ചാൽ പോലും ഡാമേജ് ഉണ്ടാകും, നിങ്ങൾക്കെതിരെ ചിന്തിച്ചാൽ പോലും ഡാമേജ് ഉണ്ടാകും. ഇതാണ് ദൈവമക്കളുടെ പവർ. ഹല്ലേലൂയ. നിനക്കെതിരെ ഒരുവനും ഒരു വിരൽ പോലും ചലിപ്പിക്കുകയില്ല, ചലിപ്പിച്ചാൽ റിസൾട്ട് അറിയും. ഹല്ലേലൂയ. AK-47 വേണ്ട, വാളും വടിയും വേണ്ട. ഒരു ദൈവപുത്രന്റെ പവർ എന്ന് പറഞ്ഞാൽ, ആ ദൈവപുത്രനെതിരെ ഒരു ഇന്റൻഷൻ ഉണ്ടാകുമ്പോൾ തന്നെ, അവനെതിരെയുള്ള സംസാരങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ദൈവത്തിന്റെ ശാപം ഉണ്ടാകും. എന്തുണ്ടാകും? ദൈവമക്കൾക്കെതിരെ സംസാരിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക, ദൈവവചനത്തിനെതിരെ സംസാരിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ ആശീർവാദം ഉണ്ടാകുവാൻ വേണ്ടി എന്തു ചെയ്യണമെന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഹല്ലേലൂയ. നിന്നെക്കുറിച്ചുള്ള പേടി ഭൂമിയിലുള്ള സകല ജാതികളുടെ മേലും വരും. ദൈവം തൻ്റെ ജനത്തെ, തൻ്റെ മക്കളെ അങ്ങനെ മാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിസ്സാരമായി എല്ലാവർക്കും എതിരെ വിരൽ ചൂണ്ടുന്നത് പോലെ ഒരു ദൈവപൈതലിനെതിരെ വിരൽ ചൂണ്ടുവാൻ ദൈവം അനുവദിക്കുകയില്ല. വിരൽ ചൂണ്ടിയാൽ ചൂണ്ടുന്നവനെ ദൈവം തൊടും. നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും, നിന്നെ ചൂണ്ടുന്നവനെ ഞാൻ ചൂണ്ടും. ഹല്ലേലൂയ. 28-ന്റെ 11 വചനം പറയുന്നു, 28-ന്റെ 11 വചനം പറയുന്നു, നിനക്ക് തരുമെന്ന് യഹോവ നിന്റെ പിതാക്കന്മാരുടെ സത്യം ചെയ്ത ദേശത്ത് യഹോവ നിന്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലികളുടെ ഫലത്തിലും നിന്റെ നിലത്തിലെ ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകും. എന്ത് തരും? പ്രോസ്പെറിറ്റി. എന്താണ്? ചിലർ പറയാറുണ്ട്, സമൃദ്ധിയെക്കുറിച്ച്, പ്രോസ്പെറിറ്റിയെക്കുറിച്ച്, അനുഗ്രഹത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവർ അത് ശരിയായ സുവിശേഷമല്ല പ്രസംഗിക്കുന്നതെന്ന് പറയാറുണ്ട്. എന്നാൽ മനസ്സിലാക്കുക, ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ദൈവം തൻ്റെ മക്കളുടെ ജീവിതത്തിൽ സമൃദ്ധി തരുവാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇനി ഈ സമൃദ്ധി ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളവർക്ക് ഞാൻ അതാണ് നേരത്തെ എടുത്തു പറയുന്നത്. നിങ്ങൾ സമൃദ്ധി ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പറയുകയാണ്, നിങ്ങളുടെ എല്ലാ സമൃദ്ധിയും ദൈവം എടുത്ത് മാറ്റട്ടെ എന്ന് പറയുകയാണ്. എന്നാൽ നിങ്ങൾ നന്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അനുഗ്രഹം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ദൈവത്തിന്റെ ആശീർവാദം ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം ധാരാളമായി നിങ്ങളുടെ മേൽ വരട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹം വേണം, നന്മ വേണം, ദൈവത്തിൽ നിന്നും പ്രാപിക്കണം. യാക്കോബ് പറഞ്ഞതുപോലെ, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയുവാനുള്ള നല്ല ഹൃദയം വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അവസാനത്തെ കാര്യം 28-ന്റെ 13 കർത്താവ് പറയുകയാണ്, നീ എൻ്റെ കൽപ്പനകളെല്ലാം പ്രമാണിച്ച് നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. ഈ വചനം എല്ലാവർക്കും അറിയാവുന്ന വചനമായിരിക്കും. എന്താണ്? വാലല്ല
വാലല്ല തലയാകും. ഇന്ന് നിങ്ങൾ വാലാണോ തലയാണോ? തല മാത്രം കൈ ഉയർത്തിക്കേ, വാല് മാത്രം കൈ ഉയർത്തിക്കേ. വാലുമല്ല തലയുമല്ല, അതിനിടയ്ക്കുള്ള ഏതോ പാർട്ടാണ്. ശരി, വാലിൽ നിന്നും തലയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ശരി, ഓക്കെ. എന്താ കർത്താവ് പറയുന്നത്? ഞാൻ നിന്നെ വാലല്ല. അതിന്റെ ഇമ്പോർട്ടൻസ് ഇങ്ങനെയാണ്. വാലിന് വലിയ പ്രാധാന്യമില്ല, തലയ്ക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. നീ പ്രാധാന്യമില്ലാതിരിക്കുകയില്ല, നിനക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കർത്താവ് കൊണ്ടുതരും. ഹല്ലേലൂയ. നിന്നെ നിന്ദിക്കുന്നവരുടെ മധ്യത്തിൽ, ദുഷിക്കുന്നവരുടെ മധ്യത്തിൽ, നിന്നെ അവഗണിക്കുന്നവരുടെ മധ്യത്തിൽ, നിന്നെ ഒഴിവാക്കുന്നവരുടെ മധ്യത്തിൽ വലിയൊരു ഇമ്പോർട്ടൻസിനെ കർത്താവ് നിന്റെ മേൽ കൊണ്ടുവരും. നീ ആത്മാർത്ഥതയോടെ നിന്നെ ദൈവത്തെ സ്തുതിച്ചാൽ, ദൈവത്തെ ആരാധിച്ചാൽ, കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ, വചനത്തെ അനുസരിച്ചാൽ, ദൈവം നിന്നെ കൊണ്ടൊരു പ്രാധാന്യത്തെ നിന്നെ നിന്ദിക്കുന്നവരുടെ മധ്യത്തിൽ കർത്താവ് കൊണ്ടുവരും. വിശ്വസിപ്പൻ, വിശ്വസിച്ച് ആ വചനത്തെ ഏറ്റെടുക്കുവൻ. ഹല്ലേലൂയ. ഓക്കെ. പിന്നെന്താ പറയുന്നത്? നീ ഉയർച്ച തന്നെ പ്രാപിക്കും. എന്ത് പ്രാപിക്കും? എടുത്തു പറയുകയാണ്, താഴ്ച പ്രാപിക്കയില്ല. ആമേൻ. ആരോഗ്യത്തിൽ നീ ഉയർച്ച പ്രാപിക്കും, സമ്പത്തിൽ നീ ഉയർച്ച പ്രാപിക്കും, വിദ്യാഭ്യാസത്തിൽ നീ ഉയർച്ച പ്രാപിക്കും, നന്മകളിൽ നീ ഉയർച്ച പ്രാപിക്കും. ദൈവം തന്റെ ജനത്തെ ഇങ്ങനെ അനുഗ്രഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. വെറുതെ കർത്താവ് പറയുന്നില്ല ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാമെന്ന്. എൻ്റെ കൽപ്പനകളെല്ലാം പ്രമാണിച്ചാൽ, എൻ്റെ വചനങ്ങളെല്ലാം അനുസരിച്ചാൽ, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ നിനക്ക് ഉയർച്ചയുണ്ടാകും. നീ താഴ്ച പ്രാപിക്കുകയില്ല. നീ ഉയർത്തപ്പെടണമെന്ന് കർത്താവിന് ഇഷ്ടമുണ്ട്. അവന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവ പൈതലെ, കർത്താവ് നിന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. നിന്നെ ഉയർച്ചയിൽ നടത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിന്നെ ദേശത്തിൽ മാനിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിന്നെ മാനിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവജനം അത് ഏറ്റെടുക്കുവേൻ. ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം. കഷ്ടതയിലും ദാരിദ്ര്യത്തിലും ഞെരുക്കത്തിലും കിടക്കുന്നതല്ല ദൈവത്തിന്റെ ഇഷ്ടം. ദൈവജനം എല്ലാ നന്മയിലും നിറഞ്ഞിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് നല്ല സമ്പത്ത് തന്നാൽ ഒരിക്കലും നിങ്ങളുടെ ദൈവസ്നേഹം കുറഞ്ഞു പോകരുത്. സമ്പത്തിന് നിങ്ങൾ അടിമയാകരുത്. നിങ്ങളുടെ ആഗ്രഹം സമ്പത്തിനോടാകരുത്. എന്നാൽ സമ്പത്ത് വേണം. ഞാൻ കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞതുപോലെ, ആഹാരം കഴിക്കാൻ വേണ്ടി ജീവിക്കരുത്, പക്ഷേ ജീവിക്കാൻ ആഹാരം കഴിക്കണം. പണത്തിന് വേണ്ടി ജീവിക്കരുത്, പക്ഷേ ജീവിക്കാൻ പണം വേണം. ഈ വചനത്തിന്റെ ബേസിൽ ഞാൻ പറയട്ടെ, എല്ലാ ഏരിയാസിലും ദൈവത്തിന്റെ ജനത്തിന് ഡെവലപ്മെന്റ്സ് വേണം. ഒന്ന് ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലും അവിടെ സാത്താൻ പറയുന്ന ഒരു കാര്യം, അവനെ വേലി കെട്ടി കാത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ വർദ്ധിക്കുന്നു. ഇത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ദൈവത്തിന്റെ അനുഗ്രഹം ഇയ്യോബിന്റെ മേലുണ്ടായി. സാത്താൻ അത് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ദൈവത്തിന് ഇഷ്ടമുണ്ട് നീ പ്രൊട്ടക്റ്റ് ആയിരിക്കണമെന്നും, നിന്റെ പ്രവൃത്തികളിൽ നീ അനുഗ്രഹിക്കപ്പെടണമെന്നും, നീ വർദ്ധിച്ചു പെരുകണമെന്നും ദൈവത്തിന് ഇഷ്ടമുണ്ട്. തൊഴിലിൽ നീ അനുഗ്രഹിക്കപ്പെടണം, ബിസിനസ്സിൽ നീ അനുഗ്രഹിക്കപ്പെടണം, കുടുംബത്തിൽ നീ അനുഗ്രഹിക്കപ്പെടണം, ആരോഗ്യത്തിൽ നീ അനുഗ്രഹിക്കപ്പെടണം, വിദ്യാഭ്യാസത്തിൽ നീ അനുഗ്രഹിക്കപ്പെടണം. നിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നല്ല പണം ഉണ്ടാകണം, നിന്റെ സമ്പത്ത് വർദ്ധിക്കണം, നിന്റെ വസ്തുവകകൾ വർദ്ധിക്കണം, നിനക്ക് ധാരാളം വരുമാനം ഉണ്ടാകണം, നീ എല്ലാ നന്മകളിലും നിറഞ്ഞിരിക്കണമെന്ന് ദൈവത്തിന് ഇഷ്ടമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ഈ നന്മകളെല്ലാം നിങ്ങൾക്ക് വേണമെന്ന് ആരൊക്കെ ആഗ്രഹിക്കുന്നു? ദൈവം തരട്ടെ. ഈ കരങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. പക്ഷെ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അതിൽ മനസ്സ് വെക്കരുത്. മനസ്സ് എപ്പോഴും വചനത്തിൽ തന്നെ ആയിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം വർദ്ധനവിനെ തരും. ദൈവം അനുഗ്രഹിക്കപ്പെടുവാൻ ഉള്ള വഴികളെ കർത്താവ് പറഞ്ഞു തരികയാണ്, പ്രിപ്പയർ ചെയ്യുകയാണ്. ദൈവത്തിന്റെ ജനം അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് തന്റെ ജനത്തെ പ്രിപ്പയർ ചെയ്യുകയാണ്. തയ്യാറാകുവാൻ, അനേക നന്മകൾ സ്വന്തമാക്കുവാൻ തയ്യാറാകുവാൻ, സമ്പത്തിനെ കൈകാര്യം ചെയ്യുവാനുള്ള ജ്ഞാനത്തെ കർത്താവ് തരും. നിങ്ങൾ വിചാരിക്കും മിനിമം ബാലൻസ് പോലും ബാങ്ക് അക്കൗണ്ടിലില്ല, പിന്നെയാണ് സമ്പത്തിനെ കൈകാര്യം ചെയ്യാനുള്ള ജ്ഞാനം. ലോൺ അടയ്ക്കാനുള്ള പൈസയില്ല, സ്വർണത്തിന് എങ്ങനെ അത് ലേലം വിളിച്ച് പോകാതെ പലിശ അടച്ച് വെക്കാമെന്ന് ഞാൻ കാലും കൈയിട്ടടിക്കുകയാണ്, പിന്നെയാണ് സമ്പത്തിനെ കൈകാര്യം ചെയ്യാനുള്ള ജ്ഞാനം. ഈ അവസ്ഥകൾക്കെല്ലാം കർത്താവ് മാറ്റത്തെ തരും. കർത്താവ് തന്റെ ജനത്തെ നീ വായ്പ വാങ്ങുകയില്ല, വായ്പ കൊടുക്കുമെന്ന് ആ ലെവലിൽ കർത്താവ് നിങ്ങളെ മാനിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വായ്പ വാങ്ങുവാൻ ടെൻഡൻസി ഉണ്ടെങ്കിൽ ആ ടെൻഡൻസിയെ ഇല്ലാതാക്കുക.
വായ്പ വാങ്ങണ്ട. ദൈവത്തിൻ്റെ നന്മ വേണം. വായ്പ വാങ്ങുന്തോറും നിങ്ങളുടെ നന്മകൾ പലിശയിൽ അത് പൊക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ നന്മകൾ പലിശയിൽ ലീക്കാകരുത്. നിങ്ങളുടെ നന്മകൾ പെരുകണം. നിങ്ങൾക്ക് വരുന്ന നന്മകൾ പലിശയിൽ ചോർന്നു പോകരുത്. നിങ്ങളുടെ നന്മകൾ വർദ്ധിച്ചു പെരുകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോൺ തരാം എന്ന് പറഞ്ഞ് ധാരാളം പേർ നിങ്ങളുടെ പിന്നാലെ വരും. കടം തരാം എന്ന് പറഞ്ഞ് ധാരാളം പേർ നിങ്ങളുടെ പിന്നാലെ വരും. നിങ്ങൾ അതെല്ലാം വാങ്ങി വെക്കില്ലേ? വാങ്ങി വെക്കോ? നിങ്ങൾ പറയണം, കടം എനിക്ക് വേണ്ട, ലോൺ എനിക്ക് വേണ്ട. ആ ലെവലിൽ എനിക്ക് ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു ആവശ്യമുണ്ടെങ്കിൽ ഉടനെ ലോൺ എടുക്കാമെന്ന ടെൻഡൻസി കാണിക്കരുത്. വചനം പറയുന്നു, നീ വായ്പ വാങ്ങുകയില്ല, വായ്പ കൊടുക്കും. ഇതിലേക്ക് വന്നവർ ആവർത്തന പുസ്തകം 28 വന്നേ. 28:12 വചനം പറയുന്നു, നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും. എങ്ങനെ? നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ആമേൻ. നിങ്ങൾക്ക് ആർക്കെല്ലാം ലോൺ ഉണ്ട്? ഇവിടെ ഇരിക്കുന്ന ആർക്കെല്ലാം വായ്പകളുണ്ട്? കൈവർത്തിക്കേ. ശരി, എത്രയും വേഗം ഈ ലോൺ എല്ലാം ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തിട്ട് തിരിച്ച് ലോൺ കൊടുക്കുന്ന ലെവലിലേക്ക് വരണം. അതാണ് ഞാൻ കഴിഞ്ഞ സിസ്റ്ററിനോട് പറഞ്ഞു. സിസ്റ്റർ ഒരു ബാങ്കിന് വേണ്ടി കോടികൾ പിരിച്ചു കൊടുക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ബാങ്ക് സ്വന്തമായിട്ട് തുടങ്ങാലോ. ഓക്കെ, വായ്പ വാങ്ങാനല്ല കർത്താവ് തന്റെ ജനത്തെ വിളിച്ചിരിക്കുന്നത്, വായ്പ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. സമ്പത്തിന്റെ ഒരു ഉറവിടമായി മാറാൻ വേണ്ടിയിട്ടാണ് കർത്താവ് തന്റെ മക്കളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ദാരിദ്ര്യത്തിന്റെ മനസ്സും കൊണ്ട് നടക്കുകയാണെങ്കിൽ ഒരു കാലത്തും അത് സംഭവിക്കില്ല. എന്നാൽ ഈ വചനങ്ങളെ ഏറ്റെടുക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി വളർത്തും. സമ്പത്ത് വർദ്ധിക്കും, പണം വർദ്ധിക്കും, വസ്തുവകകൾ വർദ്ധിക്കും. ദേശത്തിലെ നന്മ നിന്റെ മേൽ കടന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേശത്തിലെ നന്മ നമ്മുടെ മേൽ കടന്നു വരും. ദേശത്തിലെ ആശീർവാദം നമ്മുടെ മേൽ കടന്നു വരും. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാതറിൻ വരെ ഹല്ലേലൂയ പറയുന്നു, പ്രൈസ് ദി ലോർഡ് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, വായ്പ വാങ്ങണോ വേണ്ടേ? ആർക്കൊക്കെ വായ്പ വേണം? ലോൺ ആർക്കൊക്കെ വേണം? വേണ്ടല്ലോ. ഓക്കെ, വായ്പ വാങ്ങുന്നത് നിർത്തലാക്കുക. കൂടിയ പലിശയ്ക്ക് വാങ്ങി വെച്ചിരിക്കുന്ന ആ പലിശക്കടങ്ങൾ വേഗം തീർക്കുക. ഏറ്റവും കുറഞ്ഞ പലിശക്കടത്തിലേക്ക് ആദ്യം വരിക. പിന്നെ ക്രമേണ വായ്പ ഇല്ലാതാക്കുക. ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവ് അതിന് ജ്ഞാനത്തെ തരും, കർത്താവ് അതിനൊരു സഹായത്തെ തരും. നിങ്ങൾ ലോൺ എടുത്ത് നിങ്ങളുടെ വരുമാനമെല്ലാം ബാങ്കിനെ വളർത്തുവാൻ വേണ്ടി പലിശ കൊടുത്തിരിക്കുവാനല്ല ദൈവം എന്നെ വിളിച്ചത്. പകരം വായ്പ കൊടുത്ത് നീ പലിശ വാങ്ങുവാൻ, നീ അതിന്റെ ഗ്രോത്തിലേക്ക് വരുവാൻ കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നു. ബ്ലേഡ് പലിശയ്ക്ക് കൊടുക്കുവാനല്ല ഞാൻ പറയുന്നേ. ഓക്കെ, നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കണം, നിങ്ങൾ വർദ്ധിച്ചു വളരണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പലതുള്ളി പെരുവെള്ളം. ചെറിയ രീതിയിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായാൽ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കും. കിട്ടുന്നതെല്ലാം ലീക്കാക്കിക്കൊണ്ടിരിക്കരുത്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ മേലേക്കോണം സുൽബറിന്റെ ഒരു എക്സാമ്പിൾ പറയട്ടെ. ഞാൻ ഒരിക്കലും ഒരു കാൽക്കുലേഷൻ നടത്തി. ഞാനും സുൽബറും കൂടെ ഒരു കാൽക്കുലേഷൻ നടത്തി. വേറെ ഡെയിലി സിഗരറ്റ് വലിക്കുമായിരുന്നു അല്ലേ? എത്ര പാക്കറ്റ് വലിക്കുമായിരുന്നു? കേട്ടില്ല? 3-4 പാക്കറ്റ്. ഡെയിലിയുള്ള എക്സ്പെൻസ് എത്രയാ? ഡെയിലി എക്സ്പെൻസ് എത്രയാ? ഒരു പാക്കറ്റിന്റെ വില പറഞ്ഞാൽ മതി, 80 രൂപ. ഡെയിലി 160, 320 രൂപ. ഓക്കെ, 28 വർഷത്തോളം അങ്ങനെ വലിച്ചു അല്ലേ? 28 വർഷത്തോളം. 28 വർഷം. ഓരോ വർഷത്തിലും 365 ദിവസം. 365 ഇൻറ്റു 365 ഇൻറ്റു 28 ഇൻറ്റു 320. നിങ്ങളൊന്ന് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കി എത്ര രൂപയായെന്ന്. ഈ പൈസ വേറൊന്ന് സൂക്ഷിച്ച് വെച്ചിരുന്നെങ്കിൽ
സിസ്റ്റർ ആലോചിക്കുകയാണ്. സിസ്റ്റർ അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ എങ്ങനെ ജീവിക്കാമായിരുന്നു? ഞാനിത് എന്തിനെടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ചോർന്നു പോകുന്ന കാര്യങ്ങൾ അവസാനിക്കണം. നിങ്ങളുടെ കൈകളിൽ സമ്പത്ത് വർദ്ധിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇയ്യോബിനെ ദൈവം അനുഗ്രഹിച്ചത് ആ ഫിനാൻസ് മാനേജ് ചെയ്യാനുള്ള ഒരു ജ്ഞാനം ഇയ്യോബിനുള്ളത് കൊണ്ട് ഇയ്യോബ് വർദ്ധിച്ചു വന്നു. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചത് അത് മാനേജ് ചെയ്യുവാനുള്ള ജ്ഞാനം അബ്രഹാമിനുള്ളത് കൊണ്ട് അബ്രഹാം വർദ്ധിച്ചു വന്നു. ഇസ്ഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചത് അത് മാനേജ് ചെയ്യുവാനുള്ള ജ്ഞാനം ഇസ്ഹാക്കിനുള്ളത് കൊണ്ട് ഇസ്ഹാക്ക് വർദ്ധിച്ചു വന്നു. ആ ജ്ഞാനം ഇന്ന് ദൈവമക്കൾക്ക് വേണം. നീ വായ്പ വാങ്ങുകയില്ല, വായ്പ കൊടുക്കുമെന്ന് കർത്താവ് തന്റെ ജനത്തെ നോക്കി പറയുമ്പോൾ, വായ്പ വാങ്ങി പലിശ കൊടുത്ത് നിന്റെ സമ്പത്ത് ലീക്കാകുവാനുള്ളവരുടെ കൂട്ടത്തിൽ ദൈവം നിന്നെ വെച്ചിട്ടില്ല. വായ്പ കൊടുത്ത് സമ്പത്ത് വർദ്ധിപ്പിക്കുവാനുള്ളവരുടെ കൂട്ടത്തിൽ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നു. ആ ലെവലിലേക്ക് കയറുക. ദൈവം നിന്നെ ദേശത്തിൽ അനുഗ്രഹിക്കുവാൻ, ദേശത്തിൽ ഉയർത്തുവാൻ കർത്താവിന് ഇഷ്ടമുണ്ട്. ചിന്താഗതികളെ മാറ്റുവിൻ. ഹല്ലേലൂയ. വർദ്ധിക്കണം. നിങ്ങൾ വേലികെട്ടി കാക്കപ്പെടണമെന്ന് ദൈവത്തിന് ഇഷ്ടമുണ്ട്. നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവത്തിന് ഇഷ്ടമുണ്ട്. നിങ്ങൾ എല്ലാത്തിലും വർദ്ധിച്ചു വരണമെന്ന് ദൈവത്തിന് ഇഷ്ടമുണ്ട്. ഹല്ലേലൂയ. ദൈവം വർദ്ധിപ്പിക്കുന്ന ദൈവം, അനുഗ്രഹിക്കുന്ന ദൈവം, കാക്കുന്ന ദൈവം. ഒന്നുകൂടെ പറയാം, വർദ്ധിപ്പിക്കുന്ന ദൈവം, അനുഗ്രഹിക്കുന്ന ദൈവം, കാക്കുന്ന ദൈവം. ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചാൽ നിങ്ങൾ മാനിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടും.